സഹോദരങ്ങളെ, പലർക്കും ഒരു ചോദ്യമുണ്ട്, എന്താണ് എൻ്റെ വിളി? എന്താണ് എൻ്റെ വിളി? അതോ ഞാനൊരു അപ്പസ്തലനാണോ, അതോ ഞാൻ പ്രവാചകനാണോ? എന്താണ് എൻ്റെ വിളി? അവർ ചോദിക്കുന്ന വിളി ഏതാണെന്ന് ചോദിക്കണം, മനസ്സിലാക്കണോ? അവർ ചോദിക്കുന്നത് ഈ യാത്രയിൽ, ദാസനായുള്ള യാത്രയിൽ എൻ്റെ വിളി ഏതാണെന്ന് ചോദിക്കണേ. ആമേൻ. ഇവിടെ പറയാൻ പുത്രനായുള്ള യാത്രയിൽ നിന്റെ വിളി ഏതാന്നാ. പുത്രനായി നിന്നെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവം പറയാ, നിന്റെ വിളി ഇപ്പൊ വായിച്ചതാ. ഇതിനായിട്ടല്ലോ നിന്നെ വിളിച്ചിരിക്കുന്നത്. ഇതിനായിട്ടല്ലോ നിന്നെ വിളിച്ചിരിക്കുന്നത്. ഒന്നുകൂടി വായിച്ചേ ആ ഭാഗം. നന്മ ചെയ്യണം, തിന്മയല്ല, നന്മ ചെയ്യണം, എന്നിട്ട് കഷ്ടം സഹിക്കണം. ആ ആയുധം മനോഭാവമായി എടുത്ത് ആ കഷ്ടം സഹിക്കണം. അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടാണല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ വിളി മനസ്സിലായോ? വിളി മനസ്സിലായോ? വിളി മനസ്സിലായോ? ഉറങ്ങിപ്പോയല്ലേ? ഇപ്പൊ ഉറങ്ങണം. ഇപ്പോഴാണ് ഉറങ്ങേണ്ടത്. മനസ്സിലായോ? ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിനായി വെളിപ്പെടാൻ കുഞ്ഞെ നിന്നെ വിളിച്ചിരിക്കുന്ന വിളിയാണ് ആ പറഞ്ഞത്. ഇതിനായിട്ടല്ലോ നിന്നെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഈ മാങ്ങയ്ക്ക്, ഈ മാങ്ങാണ്ടിക്ക് ഒരു ഫ്ലഷ് ഉണ്ടായിരുന്നു. അറിയോ നിങ്ങൾക്ക്? അതാരോ ചെത്തി ഊരിയെടുത്തു, അവർ കഴിച്ചു. ഇത് ബാക്കി ആ മാങ്ങയുടെ സീഡ്, അണ്ടി മാത്രമേ നമ്മുടെ കിട്ടിയുള്ളൂ. ഇതിനൊരു കോളിംഗ് ഉണ്ട്. എന്നാൽ മാങ്ങയ്ക്കൊരു കോളിംഗ് ഉണ്ടായിരുന്നു. മാങ്ങയുടെ ഇതിന്റെ പുറത്ത് നല്ല ഫ്ലഷ് ഉണ്ടായിരുന്നു, നല്ല മധുരമുള്ള ഫ്ലഷ് ഇല്ലേ? അത് പുറത്തെ മനുഷ്യൻ, ഇതകത്തെ മനുഷ്യൻ. മനസ്സിലായോ? പുറത്തെ മനുഷ്യൻ കത്തി എരിഞ്ഞ് ഇവിടെ അവസാനിക്കും. ഒറ്റ കോളിംഗ് ഉള്ളൂ, ഒറ്റ കോളിംഗ്. ഒരു കത്തി കിട്ടിയാൽ ഇത് ചെത്തി, മോനെ സണ്ണി നിനക്കൊരു പൂള്, മോളെ മിനി നിനക്കൊരു പൂള്, എന്നാ മമ്മിക്ക് ചെറിയൊരു പൂള്, എന്നാ എന്നാ നിനക്കും ഒരു പൂള്. തീർന്നു, അത് കൊടുത്ത് തീർന്നു. പുറത്തെ മനുഷ്യൻ കത്തിയെറിയുന്നത് പോലെ അത് തീർന്നു പോയി. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ലോകത്തുള്ള മിനിസ്ട്രിയുടെ കോളിംഗ്. ഒരുവനെ അപ്പസ്തോലനായി, ഒരുവനെ പ്രവാചകനായി, ഒരുവനെ സുവിശേഷകനായി, ദാസനായി ഒരു പ്രാവശ്യം കൊടുത്തുകൊണ്ട് തീർന്നു. ഇപ്പൊ ആ ഒരു ശുശ്രൂഷ ഞാനിവിടെ ചെയ്യുന്നേ. മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് നാൾ കഴിഞ്ഞാൽ ഈ ശരീരത്തിന് ചെയ്യാൻ പറ്റത്തില്ല, തളരും. ആമേൻ, ഹല്ലേലൂയ. ഇങ്ങനെ ചെത്തി പിന്നെ അതിലൊന്നും പൂളാനുണ്ടാകത്തില്ല. പക്ഷെ ഇതിന്റെ അകത്തൊരു സാധനമുണ്ട്, അകത്തെ മനുഷ്യൻ. ആമേൻ. ഈ മനുഷ്യന് ഒരു കോളിംഗ് ഉണ്ട്, പുറത്തുണ്ടായതിന് ഒരു കോളിംഗ് ഉണ്ട്. ആമേൻ. പുറത്തുള്ള കോളിംഗ് ലോകത്തിന് പ്രയോജനകരമായി തീരണം. അന്നമ്മയ്ക്കും സണ്ണിക്കും എനിക്കും എല്ലാം പ്രയോജനകരമായി തീരണം. അകത്തുള്ളത് നിനക്ക് പ്രയോജനകരമായി തീരണം. പുറത്തുള്ളത് നീ ഒരു പ്രാവശ്യം പൂളി കൊടുത്തതോടുകൂടി അവർ തിന്നു തീർന്നു. അകത്തുള്ളത് അങ്ങനെയല്ല. ഇതിന്റെ അകത്ത് ഒരു നിത്യമായ ജീവൻ ഒളിച്ചിരിക്കുന്നുണ്ട്. പുറത്തുള്ളത് നീ പൂളി കൊടുത്തതോടുകൂടി തീർന്നു. അവർ കഴിച്ചു തീർന്നു, സന്തോഷിച്ചു, താങ്ക് യു പറഞ്ഞു പോയി. മനസ്സിലായോ? എന്നാൽ അകത്ത് നിന്റെ കോളിംഗ് ഉണ്ട്. അകത്തുള്ളത് കൊടുത്ത് ചാകാനല്ല, അകത്തുള്ളത് ഇത് മുളച്ച് ഒരു മരമായി, അത് ധാരാളം മാങ്ങകളുണ്ടായി, അതിലെല്ലാം ഓരോ വിത്തുകളുണ്ടായി, അത് വീണ്ടും വിതച്ച് അതെല്ലാം വളർന്ന്, അത് വീണ്ടും വിതച്ച് അത് വീണ്ടും വളർന്നു. അങ്ങനെ ഒരു ആ മാവ്, ഇതിന്റെ ഉള്ളിലുള്ള ജീവൻ അത് നിത്യമായി ജീവിക്കുകയാണ്, നിത്യമായി ജീവിക്കുകയാണ്. ഇതിന്റെ ഉള്ളിൽ ഒരു കാട് തന്നെ ഒളിച്ചിരിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അമ്മേ, ഇതേപോലെ നമ്മുടെ അകത്തെ മനുഷ്യൻ അവൻ നിത്യമായി പിതാവിനോടുകൂടെ ജീവിക്കാൻ ആ കോളിംഗ്. മനസ്സിലായോ? അമ്മേ, ആ കോളിംഗ് നിവൃത്തിയാകാനാണ് ഇവിടെ പറയുന്നത്. നീ നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായില്ലെങ്കിൽ CD DVD വാങ്ങി കേക്ക്. ആമേൻ, ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ഇനി താഴേക്ക്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു,
നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ച് പോയിരിക്കുന്നു. ശ്രദ്ധിച്ചേ, ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നാം യേശുവിന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക വച്ചേച്ചു പോയിരിക്കുന്നു. മനസ്സുണ്ടോ പിന്തുടരാൻ? പിന്തുടരാൻ മനസ്സുണ്ടോ? ആമേൻ. യേശു പലരും പറഞ്ഞു യേശു കഷ്ടം സഹിക്കുന്നത് കൊണ്ട് നാം കഷ്ടം സഹിക്കേണ്ട ഒരാവശ്യവുമില്ല. കഴിഞ്ഞ ദിവസം ഒരു TV തുറന്നപ്പോൾ ഒരു അനേക ദൈവമക്കളുള്ള വീണ്ടും ജനിക്കപ്പെട്ടവരുള്ള ഒരു സഭയിൽ ഒരു ദൈവദാസന്റെ പ്രസംഗം ഞാൻ കേട്ടെ. അതിൽ ലൂക്കോസിനെ സൂക്ഷിച്ചിട്ട് ഏതോ ഒരു കാര്യത്തിൽ അവർ വേൾഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കിട്ടുമെന്നാണ്. ലോകത്തിൽ 100 ഇരട്ടി കിട്ടും എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞാൽ പിടിക്കണേ. ഏമേ, അത് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലും പറഞ്ഞിട്ടുണ്ട് കഷ്ടങ്ങളോട് കൂടെ എന്നൊരു വാക്കുണ്ട്. ഉടനെ ആ ദൈവദാസൻ ചെയ്യണ കണ്ടിട്ട് ഞാൻ അതിശയിച്ചു പോയി. അതെ, ശരിക്കും അതിന്റെ ഗ്രീക്കിൽ അത് കഷ്ടമല്ല. എന്തോ ഒരു ഭോഷത്വമാ പ്രസംഗിക്കുന്നത്, ജനത്തെ ചതിക്കുകയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം സഹിപ്പാൻ കൂടെ വരം, ഗിഫ്റ്റ്. ഈ ഗിഫ്റ്റ് വേണോ എല്ലാവർക്കും? നൽകിയിരിക്കുന്നു. ജനത്തെ ചതിക്കല്ലേ ദേവദാസന്മാരെ, അറിയത്തില്ലെങ്കിൽ മിണ്ടാതിരിക്കാൻ. ഹല്ലേലൂയ. അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങൾ അനേകർ ഉപദേഷ്ടക്കാരന്മാർ ആകരുത്. ഹല്ലേലൂയ. ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച് നമ്മുടെ മുമ്പിൽ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. അതിനെ കുറിച്ച് എന്നാ പറയും? നാം അവന്റെ കാഴ്ചപ്പാടുകളെ പിന്തുടരുവാൻ. ഇതാണ് നമ്മുടെ കോളിംഗ്. യേശു പറയുന്നത് ഫോളോ ചെയ്യുന്നതിനെ കുറിച്ചാ. നിങ്ങൾ എന്റെ കാഴ്ചപ്പാടുകളെ പിന്തുടരുവാൻ, സൺഷിപ്പ്. ഞാനൊരു മാതൃക വെച്ചു പോയിരിക്കുന്നു. ഞാൻ പോയി എന്റെ കാഴ്ചപ്പാടുകളെ നോക്കി നിങ്ങൾ പുറകെ പോരെ. ഇതാ അതിന്റെ അർത്ഥം. അതിന്റെ കോളിംഗ് ഇതാ. അപ്പോ ഈ യാത്രയിൽ ആദ്യം നടക്കേണ്ടത് എഫേസ്യ ലേഖനം 4:22 പറയുന്നത് പോലെ പുറമെയുള്ള മനുഷ്യൻ ഉരുകിക്കൊണ്ടിരിക്കുക കേട്ടോ. എല്ലാം ഉരുകിക്കൊണ്ടിരിക്കുക, ഒക്കെ ഉരുകിക്കൊണ്ടിരിക്കുക, എല്ലാം ഉരുകിക്കൊണ്ടിരിക്കുക. നാൾക്ക് നാൾ ദ്രവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ഈ യാത്രയിൽ പിതാവിനുള്ളതെല്ലാം പുത്രനുള്ളത്, പരിശുദ്ധാത്മാവ് പുത്രനിൽ നേടുത്ത് നിങ്ങൾക്ക് തരും. നിങ്ങൾ അതിലാണ് നിങ്ങൾ ഓരോ ചൂടുകളും മുമ്പോട്ടേക്ക് വെക്കേണ്ടതാണ്. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ എഫേസ്യ ലേഖനം 4:22 പ്രകാരം മുമ്പിലത്തെ നടപ്പ് നേരത്തെ ഇവനെ അനുസരിച്ചായിരുന്നു നടപ്പ്, ലോകാനുരൂപത അനുസരിച്ചായിരുന്നു. ഇപ്പൊ ലോകാനുരൂപത ഊരി തിരിഞ്ഞു. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യരെ ഉപേക്ഷിച്ച്. എങ്ങനെ ഉപേക്ഷിക്കണം എന്ന് അറിഞ്ഞുകൂടാ. ഉപേക്ഷിച്ച്, അതിനെ ഉപേക്ഷിക്കാനാണ് ഈ കഷ്ടസഹിക്കാനുള്ള മനോഭാവം ആയുധമായി എടുക്കേണ്ടത്. അതിനെ ഉപേക്ഷിക്കാനാണ് ഡെയിലി ബ്രെഡ്, ഡെയിലി ക്രോസ്, ഡെയിലി ഡെത്ത്. ആരാ മരിക്കണേ? ദൈവൻ. മനസ്സിലായോ? അതായത് നമ്മുടെ സ്വയത്തിലാണ് ഇവൻ കയറി കിടക്കണേ. ഈ സ്വയത്തിലാണ് ഇവൻ ഇൻജക്ട് ചെയ്ത് കെട്ടിയിട്ടേക്കണേ ജഡചിന്തകളെ. ഇവൻ മരിക്കണം. ഓരോ നിമിഷവും വചനമാകുന്ന പിതാവിന്റെ വാക്കുകൾ പുത്രനിലൂടെ പരിശുദ്ധാത്മാവ് ലഭിക്കും. പരിശുദ്ധാത്മാവ് നമുക്ക് തരികയും അതിലൂടെ ഒരു ക്രൂശ് ഉണ്ടാക്കി നാം മരിക്കാനായിട്ട്, അതായത് സഹിക്കുവാൻ, സ്വയം ത്യജിക്കുവാൻ തയ്യാറാകുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ശ്രദ്ധിക്കുക. ഈ ഉടുപ്പ് ആത്മാവിന് ആ ജഡത്തിന്റെ ചിന്തകളെ തകർക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. ഓരോ പീസായിട്ട് കട്ട് ചെയ്ത് കളയണം, കറുത്തോടും അവസാനം വെളുപ്പ് കുറച്ചായിട്ട് വെളിപ്പെടും. ശ്രദ്ധിക്കുക. ഇത് ജഡമോഹങ്ങളാൽ മലിനമായ ആ പഴയ മനുഷ്യനെ ഉലിഞ്ഞു കളയുക. എപ്പോ ഈ വ്യക്തി ഡെയിലി ബ്രെഡ് സ്വീകരിച്ച് ഡെയിലി ക്രോസ് ലഭിക്കുമ്പോൾ അതിൽ സ്വയം ത്യജിക്കാൻ തയ്യാറായ. ഇതാ കർത്താവ് പറഞ്ഞ്, എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ നാൾതോറും നിങ്ങളുടെ ക്രൂശും എടുത്തുകൊണ്ട് സ്വയത്തെ ത്യജിച്ച് എന്നെ അനുഗമിക്കുക. അതിന് തയ്യാറാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ?
ഇതാ കുറേശ്ശെ 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 അകത്തെ മനുഷ്യൻ പുറത്തേക്ക് വെളിപ്പെടാൻ തുടങ്ങും. ഗ്ലോറി. അകത്തെ പുതിയ സൃഷ്ടി ഇതാ കുറേശ്ശെ 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 ഇതാ പുറത്തേക്ക് വെളിപ്പെടാൻ തുടങ്ങുകയായി. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെ ആരാണിത്? ആത്മാവ്. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ ആരനുവദിച്ചു കൊടുക്കണം? ഈ പുള്ളിക്കാരൻ അനുവദിച്ച്, സ്വയം അനുവദിച്ചു കൊടുക്കണം. തകർക്കപ്പെടാൻ അനുവദിച്ചു കൊടുക്കണം. ഇത് കട്ട് ചെയ്യണത് ആരെയാണെന്ന് അറിയാമോ? അവനവനെ തന്നെ കട്ട് ചെയ്യണേ. സഹനത്തിലൂടെ പോകാതെ കട്ടിങ് നടക്കത്തില്ല. ഹല്ലേലൂയ. വേദന എടുക്കും. അവനവനെ തന്നെ കട്ട് ചെയ്യണേ. നമ്മുടെ സ്വയത്തെ കട്ട് ചെയ്യണേ. സ്വയത്തിലാ കേറി കിടക്കണത് ഇത്. അതുകൊണ്ട് ആ സഹനത്തിനുള്ള മനോഭാവം ആയുധമായി ധരിക്കാൻ പറഞ്ഞേ. അല്ലെങ്കിൽ പറ്റത്തില്ല. ഇതാ കട്ട് ചെയ്യുന്നത് കേട്ടോ. അകത്തെ മനുഷ്യൻ വെളിപ്പെടുന്നത് കണ്ടോ? അകത്തെ മനുഷ്യൻ വെളിപ്പെടുന്നത് കണ്ടോ? അകത്തെ മനുഷ്യൻ ദൈവപുത്രൻ വെളിപ്പെടുന്നത് കണ്ടോ? ഹല്ലേലൂയ. അങ്ങനെ ഓരോ സമയവും ഈ ആത്മാവിന്റെ ശുശ്രൂഷ നടക്കുമ്പോൾ ഇവനിതാ ദൈവരാജ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവരാജ്യത്തിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുക. പരിശുദ്ധാത്മാവ് ഇവനെ നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ സ്റ്റെപ്പില് പിതാവിന്റെ അടുക്കലേക്ക്, ഓരോ സ്റ്റെപ്പും അവ പിതാവിന്റെ അടുക്കലേക്ക് അടുക്കുകയാ. അങ്ങനെ ജഡമോഹങ്ങളാൽ വഷളായി പോയ പഴയ മനുഷ്യനെ ഒലിഞ്ഞ് കളഞ്ഞുകൊണ്ട് അവൻ ദൈവപുത്രനെ ഇതാ ലോകത്തിലേക്ക് പ്രദർശിപ്പിച്ചുകൊണ്ട് ഇതാ സകല സൃഷ്ടികൾ കാത്തിരിക്കുന്നതിനെ അവൻ തന്റെ ജീവിതത്തിലൂടെ കൊണ്ടുവരികയാണ്. ഇതാണ് യേശു നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് പോയ മാതൃക. ഗ്ലോറി. ഇപ്പോ എത്ര വീട്ടിലെത്തി പിതാവ് അവനെ സ്വീകരിക്കുകയാണ്. ജീവവൃക്ഷത്തിന്റെ ഫലം ആദത്തിന് തിന്നാൻ കിട്ടാത്തത് അവന് ഇതാ പിതാവ് അവന് കൊടുക്കുകയാണ്. അവൻ എന്നെന്നും പിതാവിനോട് കൂടെ ഇതാ ജീവിക്കുകയാണ്. നിത്യമായ മണ്ഡലത്തിൽ അങ്ങോട്ടേക്ക് നിത്യമായ മണ്ഡലത്തിൽ എറ്റേണൽ ലൈഫിൽ അവർ നിത്യമായും അവർ ജീവിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. ഈ യാത്രയിൽ എത്ര കോട്ട് അഴിക്കണം? രക്ഷിക്കപ്പെട്ടവൻ എത്ര കോട്ട് അഴിച്ചു മാറ്റണം? 2 കോട്ട്. 1 അല്ല 2. എത്ര കോട്ടാ? ആദ്യത്തെ കോട്ട് ആരഴിക്കണം? ആദ്യത്തെ കോട്ടിന്റെ പേര് ലോകം. ആരഴിക്കണം? നാം തന്നെ അഴിച്ചിട്ട് തിരിയണം. ഇതിന്റെ പേരാ മാനസാന്തരം. ഇരുട്ടിൽ ജീവിക്കരുത്, വെളിച്ചത്തിൽ ജീവിക്കണം. 2ാമത്തെ കോട്ട അഴിക്കാൻ നമ്മൾ ശക്തരല്ല. പക്ഷേ നമ്മൾ അനുവദിക്കുന്നുവെങ്കിൽ നമ്മളോട് കൂടിയുള്ള പരിശുദ്ധാത്മാവ് അഴിച്ചോളൂ. കണ്ടോ? ഓരോ നിമിഷവും അഴിച്ച് അകത്തുള്ള മനുഷ്യനെ വെളിപ്പെടുത്തുകയാണ്. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ നമുക്ക് പറ്റിയ അബ്ദം എന്നാണെന്നറിയാമോ? നമ്മൾ ആ കറുത്ത മനുഷ്യനില്ലേ, അവനെ പെയിന്റ് അടിച്ച് വെളുപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവനെ പെയിന്റ് അടിച്ച് വെളുപ്പിക്കാൻ വചനം പറഞ്ഞിട്ടില്ല. അവനെ തകർക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അവനെ ഒലിഞ്ഞു കളയാനേ പറഞ്ഞിട്ടുള്ളൂ. ഹല്ലേലൂയ. ഇതിനെ പെയിന്റ് അടിക്കേണ്ട ആവശ്യമില്ല. പകരം ഇതിന്റെ പുറം കവർ തകർത്താൽ മതി. അകത്തുനിന്ന് ഇതാ പുതിയ തൈ വെളിയിൽ വരുന്നത് പോലെ അകത്തുനിന്ന് ദൈവപുത്രൻ പുറത്തേക്ക് ഇറങ്ങുവാനായിട്ട് ഇടയാകും. ഇനി ഇതാ അവന്റെ മരണത്തോടെ അവൻ പൂർണ്ണമായ ആ ലെവലിലേക്ക് എത്തി. ഇനി ഈ വ്യക്തി ഈ ഭൂമിയിൽ ജീവിച്ച് ഇവിടെ മരിക്കും. ക്രിസ്തുവിന്റെ വരവെങ്കൽ ആത്മാവ് മാത്രമല്ല, ദേഹി മാത്രമല്ല, ഈ ശരീരവും കൂടെ രൂപത്തിന് അന്തരം പ്രാപിക്കും. ഹല്ലേലൂയ. ഈ ശരീരം കൂടെ രൂപത്തിന് അന്തരം പ്രാപിക്കുവാനായിട്ട് ഇടയാകും. അതുവരെ ഈ ശരീരം ഭൂമിയിൽ കിടക്കും. ഗ്ലോറി. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഈ ഒരു അവസ്ഥ നമ്മൾ പറഞ്ഞു. ഈ സമയം തന്നെ ഈ മടക്കയാത്ര നിൽക്കുമ്പോൾ തന്നെ, ഈ മടക്കയാത്രയിൽ ആയിരിക്കുമ്പോൾ ആ വ്യക്തി തിരിച്ചു വന്നിട്ടുണ്ട്. ഗ്ലോറി. പരിശുദ്ധാത്മാവ് അതേപോലെ ഈ മടക്കയാത്രയിലായിരിക്കും. ഇനി കറുത്തോട് പീഡിപ്പിക്കണ്ടല്ലോ, വേണ്ട. ഓക്കെ. ഈ മടക്കയാത്രയിലായിരിക്കുമ്പോൾ തന്നെ ഇതാ പുറത്തെ മനുഷ്യൻ ദ്രവിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ മനുഷ്യൻ ലോകത്തിലേക്ക് പോവുകയും ലോകത്തിൽ ഈ മടക്കയാത്രയെക്കുറിച്ചുള്ള സന്ദേശം അറിയിക്കുകയും ചെയ്യണം. അതിലേക്ക് ആളെ കൂട്ടിക്കൊണ്ടുവരണം. ഇതിന്റെ പേരാ ഗ്രേറ്റ് കമ്മീഷൻ. അത് ദാസന്മാരായി നമ്മൾ ചെയ്യേണ്ടതാ. പക്ഷെ ദാസന് അധികം നാൾ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ആ മാങ്ങയുടെ പുറം പൂളി കൊടുത്തതുപോലെ ഒരു പ്രാവശ്യം കഴിയുമ്പോൾ തീരും. ഈ ശരീരം തീരുമ്പോൾ തീരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ശരീരമാണ് ആ മാങ്ങയുടെ ഫ്ലഷ്.
അകത്തുള്ളതാണ് ആ മാങ്ങാണ്ടി. ഗ്ലോറി. ഹല്ലേലൂയ. ഈ കാണുന്നതാണ് നമ്മുടെ സോള്, ഇതിൻ്റെ ഉള്ളിലുള്ളതാണ് സ്പിരിറ്റ്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഈ വ്യക്തി ഈ വ്യക്തി ലോകത്തിലേക്ക് പോവുകയാണ്. ഇപ്പോ നിങ്ങൾക്കുള്ള 2 കോളിംഗ് നിങ്ങൾക്ക് മനസ്സിലായി ഇല്ലേ? ഇതുവരെ ഒരു കോളിംഗേ അറിയത്തുള്ളായിരുന്നു. അതേത് കോളിംഗാ? ഗ്രേറ്റ് കമ്മീഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കോളിംഗ് അറിഞ്ഞുകൂടായിരുന്നു അല്ലേ? നിങ്ങളുടെ അധികാരം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ദൈവപുത്രനാകാൻ അധികാരം തന്നിരിക്കുന്നു. ഗ്ലോറി. ദൈവപുത്രനാകാൻ അധികാരം തന്നിട്ടും നിങ്ങൾ ദൈവദാസനാകാനേ തീരുമാനിച്ചുള്ളൂ. താൽക്കാലികമായ പ്ലേസ്മെന്റ് മാത്രമേ നിങ്ങൾ തീരുമാനിച്ചുള്ളൂ. നിത്യമായ പ്ലേസ്മെന്റിനെ കുറിച്ച് മറഞ്ഞു കിടന്നു. ആ നിത്യമായ പ്ലേസ്മെന്റ് ആണ് യേശുവിന്റെ സുവിശേഷം. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി ഇതാ നിങ്ങളുടെ ആ മാങ്ങയുടെ പുറം പോലെ, പുറത്തെ ഫ്ലഷ് പോലെ ഇതാ എരിഞ്ഞ് തീരുന്ന, ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലേലും, ഇപ്പൊ മാങ്ങ ആർക്കും പൂളി കൊടുത്തില്ലേലും അത് ചീഞ്ഞു പോകും. നിങ്ങൾ ചെയ്താലും ചെയ്തില്ലേലും ഈ ശരീരം ചീഞ്ഞു പോകും. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ അത് ചീഞ്ഞു പോകുന്നതിന് മുമ്പ് ലോകത്തെ നമുക്ക് വെച്ച് ആ പ്ലേസ്മെന്റ് ചെയ്യാൻ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇപ്പോൾ ഇവിടെ ചില ശുശ്രൂഷ എന്ന് പറയുന്നത്, മറ്റുള്ളവർ ചെയ്യുന്ന ആ ശുശ്രൂഷകൾ പലതും നല്ലതാണ്, ദൈവദാസന്മാരെ റെസ്പെക്ട് ചെയ്യുന്നു. എന്നാൽ അതിൽ കുറവായുള്ളതാണ് ഇവിടെ ചെയ്തത്. മനസ്സിലായോ? ഹല്ലേലൂയ. ദേവദാസൻ പറയുന്നത് പോലെ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് ഞാൻ എൻ്റെ ജഡത്തിൽ പൂരിപ്പിക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. എല്ലാം കൂടി ചേരുമ്പോൾ മനോഹരമാകാൻ ഇടയാകും. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, ഈ വ്യക്തി ഇതാ ലോകത്തിലേക്ക് പോകുന്നത് പോലെ നിങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. എന്തിനാ നിങ്ങൾ ഇവിടുന്ന് പോകുന്നതെന്ന് അറിയാമോ? ധൂർത്തപുത്രന്റെ കഥയില് ഈ ഒരു പോകലില്ല. മടങ്ങി പിതാവിന്റെ വീട്ടിലേക്ക് പോകുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഗ്രേറ്റ് കമ്മീഷൻ ചെയ്യേണ്ട ആവശ്യകത, ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നറിയാമോ? അന്ന് ആദം സ്വകുടുംബത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ ദൈവം യേശുവിനെ ഭൂമിയിലേക്ക് അയച്ച് ക്രൂശിൽ മരിച്ചെങ്കിൽ നമുക്ക് ഈ സുവിശേഷീകരണത്തിന്റെ ആവശ്യമില്ലായിരുന്നു. ഈ ദാസന്റെ യാത്രയുടെ ആവശ്യമില്ലായിരുന്നു. കാരണം ഹവ്വ എന്ന ഒറ്റ കുടുംബം മാത്രം തിരിച്ചു ചെന്നാൽ പോരെ. എന്തിനാ സുവിശേഷീകരണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായത്? എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ആദം വളർന്നു. ആദം വളർന്നു. കയീനായി, ഹാബലായി, ശേതായി, തുടർന്ന് നോഹയായി, അബ്രഹാമായി, ഇസ്ഹാക്കായി, യാക്കോബായി, തുടർന്ന് താഴേക്ക് വന്നു പത്രോസായി, അന്ത്രയോസായി, യാക്കോബായി, ചിന്നമ്മയായി, അന്നമ്മയായി, ഇതാ ഫിലിപ്പോസായി, ചെറിയാനായി, ജോസഫായി, മേരിയായി. പ്രിയരെ, അങ്ങനെ ആ കൊച്ചു കുടുംബം ശ്രദ്ധിച്ചേ. അങ്ങനെ ആ കൊച്ചു കുടുംബം, ഏദനിൽ നിന്നിറങ്ങിയ ആദം ഹവ്വ ദമ്പതി എന്ന കൊച്ചു കുടുംബം, ആ കുടുംബമാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതെല്ലാം ഗോലികളാണ്. ആദത്തിന്റെ ഉള്ളിലുണ്ടാകുന്ന എല്ലാവരും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ കൊച്ചു കുടുംബം വന്ന് ഒരാഴ്ചക്കുള്ളിൽ യേശു മരിച്ചിരുന്നെങ്കിൽ ഇതാ ആ കൊച്ചു കുടുംബം മാത്രം വീട്ടിൽ ചെന്നാൽ മതിയായിരുന്നു. ഇതാണ് പിതാവിന്റെ പദ്ധതി, അത്രേ ഉള്ളൂ. പക്ഷേ ധൂർത്തപുത്രന്റെ കഥയില് ഈ ഗ്രേറ്റ് കമ്മീഷന്റെ പോകലില്ല. കാരണം എന്താണെന്നറിയാമോ? പിതാവിന്റെ പദ്ധതി ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഗ്രേറ്റ് കമ്മീഷന് പോകാനുണ്ടായ കാരണം ആദം വളർന്നു, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ചിതറി 7 ഭൂഖണ്ഡങ്ങളിലേക്ക് വ്യാപരിച്ചു. ആദത്തിന്റെ തലമുറകൾ വളർന്നു. ഇനിയിപ്പോ എന്താവശ്യമാ? ഓരോ സ്ഥലങ്ങളിലേക്കും പോയി ആദത്തിന്റെ മക്കളെ കൂട്ടി വരുത്തണം. എന്തിനു വേണ്ടി? മടക്കയാത്രയ്ക്ക് പോകാൻ, വീട്ടിൽ പോകാൻ. ഹല്ലേലൂയ. വീട്ടിൽ പോകാൻ കൂട്ടി വരുത്തണം. അങ്ങനെ വീട്ടിൽ പോകാൻ കൂട്ടി വരുത്തുന്ന പരിപാടിയാ സുവിശേഷീകരണം. മനസ്സിലാകുന്നുണ്ടോ? വീട്ടിൽ പോകാൻ കൂട്ടി വരുന്ന പരിപാടിയാ സുവിശേഷീകരണം.
ഇതാ ആദവും ആ ഫാമിലിയും വീട്ടിൽ നിന്ന് ഇറങ്ങി, ഒറ്റ കുടുംബമേ ഉള്ളൂ. പക്ഷേ ഇന്നവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറി. ആമേൻ. ഇനി ഇവർക്ക് വീട്ടിൽ പോകണമെങ്കിൽ ഓരോരുത്തരും ലോകത്തിന്റെ അതിർത്തി വരെ ചെതറിയ ഇവരുടെ അടുക്കലേക്ക്, ലോകത്തിന്റെ അതിർത്തികൾ വരെ പോയി ഇവരെ കൂട്ടിക്കൊണ്ടുവരണം. ഇതിന്റെ പേരാ ഗ്രേറ്റ് കമ്മീഷൻ. ആമേൻ. അങ്ങനെ കൂട്ടിക്കൊണ്ടുവരുന്നവരെ, ഗ്ലോറി ടു ഗോഡ്, കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തു. ഈ സഭ ഒരു ബസ് യാത്ര പോലെ ഇവിടുന്ന് മടക്കയാത്രയാകണം. മനസ്സിലായോ? ആ സഭയിൽ ജീവൻ വ്യാപരിക്കണം. ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെസ് ബ്രദർ, കം ഫോർവേഡ്. യു കം. യെസ് യെസ് യെസ്, കം 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 ഫാസ്റ്റ്. ഗ്ലോറി. ഹല്ലേലൂയ. ആന്റി ഇപ്പോഴേ സുവിശേഷീകരണം തുടങ്ങി അവിടെ പിറക്കില്ലേ. ഗ്ലോറി. ആമേൻ. സുവിശേഷീകരണം ലോകത്തിന്റെ അതിർത്തി വരെ പോയി, ഈ ഹോളിന്റെ അതിർത്തികൾ വരെ പോയി ഈ ഗോലികളെ പിറക്കിക്കൊണ്ടുവരിക. ഇതിന്റെ പേരാ സുവിശേഷീകരണം. അങ്ങനെ പിറക്കുന്നവരെ സ്വന്തം പോക്കറ്റിലിടരുത്. ഈ സഭയോടെ, ക്രിസ്തുവിന്റെ സഭയോട് ചേർത്തോളണം. ആമേൻ. ഗോ ആൻഡ് ഡു ഇറ്റ്. ഈ ചെയ്യുന്ന പ്രവൃത്തിയാണ് സുവിശേഷീകരണം. കണ്ടോ, പിറക്കണം. കണ്ടോ, ഞാൻ പറഞ്ഞു പോക്കറ്റിൽ വെക്കരുതെന്ന്, പക്ഷെ ചെയ്യണേ എന്താ? കയ്യിൽ വെച്ചോണ്ടിരിക്കണം. ഇതാണ് ഇന്നത്തെ സഭകളുടെ അവസ്ഥ. കർത്താവിന്റെ കയ്യിലേക്ക് കൊടുക്കത്തില്ല. ആമേൻ. പക്ഷെ ഇങ്ങനെയുള്ള ശുശ്രൂഷകളിലൂടെ അവരെ ഇതേപോലെ തിരിച്ചു കൊണ്ടുവന്ന് കർത്താവിന്റെ കൈ കൊടുക്കണം. ഗ്ലോറി ടു ഗോഡ്. മനസ്സിലായോ? ഗ്ലോറി. ഹല്ലേലൂയ. ഇനിയും ഗോലികൾ പലതും പറക്കാനുണ്ട്. നിങ്ങൾക്ക് എല്ലാ ശുശ്രൂഷകളുണ്ട്. ലോകത്തിൽ പല ഗോലികളും പല കുഞ്ഞുങ്ങളും പിറക്കാനുണ്ട്. ആമേൻ. അവരെ പിറക്കി കൊണ്ടുവന്ന് ക്രിസ്തുവിന്റെ സഭയോട് ചേർക്കണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ ലോകത്തിന്റെ പ്രകാശമാണ്. ലോകത്തിന്റെ പ്രകാശമാണ്. രണ്ട് ശുശ്രൂഷകളാ, മറക്കരുത്. ആമേൻ. പിറക്കലിന് പ്രാധാന്യമുണ്ട്, പക്ഷെ പിറക്കലിനേക്കാൾ പ്രാധാന്യമാണ് മടക്കയാത്രയ്ക്ക്. മനസ്സിലായോ? സുവിശേഷീകരണത്തിന് പ്രാധാന്യമുണ്ട്, എന്നാൽ അതിനേക്കാൾ പ്രാധാന്യമാ സ്വന്തം ഭവനത്തുമായ ദൈവരാജ്യത്തിലേക്ക് മടങ്ങി പോകുന്നത്. ഗ്രേറ്റ് കമ്മീഷന് പ്രാധാന്യമുണ്ട്, എന്നാൽ അതിനേക്കാൾ പ്രാധാന്യമാ ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷനിലൂടെ പിതാവിന്റെ ഭവനത്തിൽ എത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഗ്ലോറി. ഇപ്പോൾ നിങ്ങൾ ലോകത്തിന്റെ ദീപമാണോ? ഇപ്പൊ തന്നെ മനസ്സിലായോ? ഞാൻ എന്റെ അകത്ത് എന്തൊക്കെയോ കത്തുന്നു, ഇത് പോയിട്ട് വേണം ഇതൊന്ന് കത്തിക്കാൻ. ആമേ. ആ ചിലരുടെ ഉള്ളിൽ അങ്ങനെ ഒരു തീ ഉള്ളതായിട്ട് എന്റെ അകത്ത് പ്രേരണ കിട്ടുകയാണ്. ഗ്ലോറി ടു ഗോഡ്. അങ്ങനെ ആ തീ ഉള്ളവരെന്ന് കരങ്ങളൊന്നും ഉയർത്തിയാട്ടെ. ഗ്ലോറി. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഗ്ലോറി. ഈ തീയോടുകൂടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. താങ്ക് യു വെരി മച്ച് സഹോദരങ്ങളെ. നിങ്ങൾ കർത്താവിൽ വലിയ കാര്യങ്ങളാണ് ചെയ്ത് കേട്ടോ, വലിയ കാര്യങ്ങളാണ് ചെയ്ത്. ആമേ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. യെസ് ഊരിയാട്ടെ. യെസ്. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. താങ്ക് യു വെരി മച്ച്. യെസ് യെസ്. ഗ്ലോറി. ഹല്ലേലൂയ. സുവിശേഷീകരണത്തിന്റെ ഭാഗമാണ് ഈ പറക്കൽ മുഴുവൻ കേട്ടോ. ഗ്ലോറി ടു ഗോഡ്. Hallelujah. Oh Jesus, I thank you. Amen. Thank you. പറക്കൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ടേച്ചാൽ മതി. Oh Jesus, I thank you. Hallelujah. We thank you. We thank you. Hallelujah. കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു വാക്ക് സാക്ഷ്യം പറഞ്ഞ് മഹത്വപ്പെടുത്തുവാൻ ഓരോ മിനിറ്റ് മാക്സിമം നിങ്ങൾക്ക് സമയം ഉണ്ടായിരിക്കും. സമയം തക്കത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ ഇത്രത്തോളം കർത്താവ് തൻ്റെ അതിശ്രേഷ്ഠ വചനങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. നമ്മളൊന്നും ഇതിന് യോഗ്യരല്ല. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് സ്വർഗത്തിലെ ദൈവം ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അഹങ്കരിക്കാതെ നമുക്ക് ഒരുമിച്ച് ഈ ചിന്തകൾ, ദൈവരാജ്യത്തിന്റെ ചിന്തകൾ എല്ലാവരിലും കത്തുവാൻ നമുക്ക് ദൈവത്തിൽ ശരണപ്പെടാം. കർത്താവോട് പറ, കർത്താവേ എന്നെ ഇനിയും കത്തിക്കണമേ, ഇനിയും കത്തിക്കണമേ, ഇനിയും ബലപ്പെടുത്തണമേ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കണ്ണുകൾ അടയട്ടെ, ദൈവസന്നിധിയിൽ കണ്ണുകൾ അടയട്ടെ. Thank you, Jesus. Thank you, Jesus.
Thank you, Jesus. Hallelujah. Thank you, Jesus. അങ്ങയുടെ പ്രവർത്തനങ്ങൾക്കായി പിതാവേ, അങ്ങയുടെ പ്രവൃത്തികൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അങ്ങയുടെ ഓമനപുത്രൻ ഇവിടെ ഉയർത്തപ്പെടുകയാൽ, അങ്ങയുടെ നാമം ഇവിടെ ഉയർത്തപ്പെടുകയാൽ, അങ്ങയുടെ രാജ്യം ഇവിടെ ഉയർത്തപ്പെടുകയാൽ, രാജ്യത്തിന്റെ സുവിശേഷം അങ്ങോട്ട് വിളമ്പുകയാൽ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, കർത്താവെ, ഒഴിഞ്ഞവരായി അങ്ങയുടെ കുഞ്ഞുങ്ങൾ കടന്നു വന്നുവെങ്കിൽ നിറഞ്ഞവരായി കർത്താവെ അങ്ങയുടെ കുഞ്ഞുങ്ങളെ അങ്ങ് അയക്കുകയാ, നിറഞ്ഞവരായി അങ്ങയുടെ കുഞ്ഞുങ്ങളെ അങ്ങ് അയക്കുകയാണ്. പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാ. പിതാവേ നന്ദി, പിതാവേ നന്ദി. മടക്കയാത്രയിൽ പോകുവാൻ കർത്താവേ അങ്ങയുടെ കുഞ്ഞുങ്ങൾ തീരുമാനമെടുത്തിരിക്കുകയാ. പ്രിയ കുഞ്ഞുങ്ങളെ, മടക്കയാത്രയിൽ പോകുവാൻ തീരുമാനമെടുത്തിരിക്കുന്നവർ ഈ സമയം നിങ്ങളുടെ ഹൃദയം കർത്താവോട് സംസാരിക്കട്ടെ. നിങ്ങളുടെ കോളിംഗ് ആണത്, നിങ്ങളുടെ കോളിംഗ് ആണ്, നിങ്ങളുടെ വീട്ടിലേക്കുള്ള നിങ്ങളുടെ കോളിംഗ്. നിങ്ങളുടെ ഹൃദയം ദൈവത്തോട് സംസാരിക്കട്ടെ. നിങ്ങളുടെ കോളിംഗ് ആണ്, നിങ്ങളുടെ കോളിംഗ്. നിങ്ങൾ ഇവിടെ അവസാനിക്കേണ്ടവരല്ല, നിങ്ങൾ തീപ്പേയിൽ അവസാനിക്കേണ്ടവരല്ല. നിങ്ങളുടെ പിതാവിന്റെ ഭവനത്തിൽ ചെന്ന് എത്തേണ്ടവരാ, അവിടെ നിത്യം ജീവിക്കേണ്ടവരാ. യെസ്, യേശുവോട് നിങ്ങളുടെ ഹൃദയത്തിലെ തീരുമാനങ്ങൾ അറിയിച്ചാണ്, നിങ്ങളുടെ തീരുമാനങ്ങൾ അറിയിച്ചാണ്. ഇത് മടക്കയാത്രയിലെ തീരുമാനമാണ്, മടക്കയാത്രയുടെ തീരുമാനങ്ങളാണ് നിങ്ങൾ അറിയിക്കുന്നത്. യെസ്, കഷ്ടം സഹിക്കോളം മനോഭാവം ആയുധമായി എടുത്തുകൊണ്ട്, ന്യായപ്രമാണമല്ല, കഷ്ടം സഹിക്കോളം മനോഭാവം ആയുധമായി എടുത്തുകൊണ്ട് ആത്മാവിന്റെ നിയമത്തിന്റെ കീഴിൽ ഇതാ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങുവാൻ ഞാൻ തയ്യാറാണ് എന്ന തീരുമാനം ദൈവത്തോട് അറിയിച്ചാട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ നിങ്ങളെ സഹായിക്കുവാനായിട്ട് ഇറങ്ങി വരും. യെസ്, അത് ചെയ്യുന്നതിനായി നന്ദി. പരിശുദ്ധാത്മാവോട് വന്നിരിക്കുക, നന്ദി. അതിനായി വന്നിരിക്കുക, നന്ദി. അതിനായി വന്നിരിക്കുക, നന്ദി. യെസ്, ആ തീരുമാനമെടുത്തവർ ഇതാ ശരീരത്തിലായിരിക്കുമ്പോൾ ലോകത്തിലേക്ക് ക്രിസ്തുവിന്റെ ദാസനായി പോകുവാൻ, ക്രിസ്തുവിന്റെ ദാസിയായി പോകുവാൻ, അല്പകാലമുള്ള ജീവിതത്തിൽ ക്രിസ്തുവിന്റെ ദാസനായി ദാസിയായി പോകുവാൻ ഒരു തീരുമാനമെടുക്കുന്നവർ ദൈവത്തെ അറിയിച്ചാട്ടെ. തീരുമാനമെടുക്കുന്നവർ ദൈവത്തെ അറിയിച്ചാട്ടെ. യേശുവിനെ അനുഗമിക്കാൻ മാത്രമല്ല, യേശുവിന് വേണ്ടി ലോകത്തിലേക്ക് പോകുവാൻ തീരുമാനമെടുക്കുന്ന ദൈവത്തെ അറിയിച്ചാട്ടെ. കർത്താവ് പറയാ, ഉന്നത ശക്തി ലഭിക്കുന്നത് വരെ യെരൂശലേം വിട്ട് പോകരുത്. നിങ്ങളിൽ പലരും അഭിഷിക്തന്മാരാണ്, നിങ്ങളിൽ പലരും അഭിഷിക്തമാരാണ്. ഓൾറെഡി ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്, ഓൾറെഡി ദൈവം നിങ്ങളെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അഭിഷേകം പ്രാപിച്ചു വീണ്ടും ദൈവത്തിന്റെ ശക്തി പ്രാപിക്കുക. ദൈവസന്നിധിയിൽ ആഗ്രഹിച്ചാട്ടെ, ദൈവത്തിൽ ആശ്രയിച്ചാട്ടെ. മുട്ടോളമുള്ളവൻ എനിക്ക് മുട്ടോളം പോരാ, എനിക്ക് 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 അരയോളം വേണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ, അരയോളം വേണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. യെസ്, ഓരോരുത്തരും അഭിഷേകം കിട്ടിയതിൽ തൃപ്തരായി നിൽക്കാതെ, കിട്ടിയതിൽ തൃപ്തരായി നിൽക്കാതെ യെസ് ദൈവത്തോട് ചോദിച്ചാട്ടെ, ദൈവത്തോട് യെസ് ദൈവത്തോട് ചോദിച്ചാട്ടെ. അഭിഷേകം ചെയ്യുന്നവർ അഗ്നിയാലും ആത്മാവിനാലും അഭിഷേകം ചെയ്ത യേശു ഇവിടെ ഉണ്ട്. നിങ്ങളുടെ ഭൂത ജ്യേഷ്ഠ, നിങ്ങളുടെ കർത്താവ്, നിങ്ങളുടെ എന്റെയും മുൻപേ കടന്നുപോയ യേശു, ആദ്യഫലമായ യേശു, അഗ്നിയാൽ അഭിഷേകം ചെയ്യുന്നവൻ, ആത്മാവിൽ അഭിഷേകം ചെയ്യുന്ന യേശു ഇവിടെ ഉണ്ട്. യേശു ഇവിടെ ഉണ്ട്. യേശു മനുഷ്യനല്ല അഭിഷേകം ചെയ്യുന്നത്, യേശുവാണ് അഭിഷേകം ചെയ്യുന്നത്. അതിനെ തടുക്കാൻ ഒരു മനുഷ്യന് കഴിയത്തില്ല. യേശു ഒരു മനുഷ്യന് കഴിയത്തില്ല. സ്വീകരിച്ചാട്ടെ യേശുവിന്റെ അഭിഷേകം, യേശുവിന്റെ അഭിഷേകം ഓരോ കുഞ്ഞുങ്ങളും സ്വീകരിച്ചാട്ടെ. യെസ് യെസ് യെസ്, ലോകത്ത് പോയി യേശുവിനായി പ്രകാശിക്കുക, യേശുവിനായി പ്രകാശിക്കുക. യേശുവിന്റെ അഭിഷേകം ഓരോ മക്കളും സ്വീകരിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ആത്മീയ അഭിഷേകം, കൃപാവരങ്ങൾ ജ്വലിക്കുക, കൃപാവരങ്ങൾ ജ്വലിക്കുവാൻ അഭിഷേകം ഓരോ മക്കളും സ്വീകരിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചോദിപ്പേ എന്നാ നിനക്ക് ലഭിക്കും, ചോദിപ്പേ എന്നാ നിനക്ക് ലഭിക്കും, ചോദിപ്പേ എന്നാ നിനക്ക് ലഭിക്കും. ഇത് മനുഷ്യന്റെ വാക്കല്ല, ദൈവത്തിന്റെ വാക്കാ. നീ ചോദിക്കുക എങ്കിൽ നിനക്ക് ലഭിക്കും, നിനക്ക് ലഭിക്കും, നിനക്ക് ലഭിക്കും. അവനവൻ ചോദിച്ചാൽ അവനവന് കിട്ടും, അവനവൻ ചോദിച്ചാൽ അവനവന് കിട്ടും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആരും നിങ്ങളെ തൊടണ്ട, ആരും നിങ്ങളെ തൊടണ്ട. പരിശുദ്ധാത്മാവ് തൊടു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഇതേ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുകയാ. യെസ്, പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുകയാ, പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുകയാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. യെസ്, പരിശുദ്ധാത്മാവേ ഈ ജനത്തെ അങ്ങ് ശക്തിപ്പെടുത്തുകയാണ്. നന്ദി. ഈ ജനത്തെ അങ്ങ് ശക്തിപ്പെടുത്തുകയാണ്. നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. ഈ ജനത്തെ ശക്തിപ്പെടുത്തുക, ഈ ജനത്തെ അഭിഷേകം ചെയ്യുക, ഈ ജനത്തെ തൊടുക. നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം. യെസ്, ഫയർ. യേശുവിന്റെ തീ, യേശുവിന്റെ തീ ഈ ലോകം കത്തിക്കാനുള്ള ആത്മാവിന്റെ തീ. ഈ ജനം മൂടപ്പെടട്ടെ, ഈ ജനം മൂടപ്പെടട്ടെ, ഈ ജനം മൂടപ്പെടട്ടെ, ഈ ജനം മൂടപ്പെടട്ടെ.
Hallelujah, 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 hallelujah. Yes, receive. സ്വീകരിച്ചാണ്, 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 സ്വീകരിച്ചാണ്. ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചാണ്, ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചാണ്. Hallelujah. നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി, 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 നന്ദി. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, thank you, thank you. Receive it, brother. Receive it, brother. Receive it, sister. Yes, hallelujah. ഇത് മനുഷ്യന്റെ ശക്തിയല്ല, ദൈവത്തിന്റെ സാക്ഷ്യം വഹിക്കുവാൻ തക്കവണ്ണോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അത്രേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അത്രേ. Receive it, brother. Receive it, brother. ചില വ്യക്തികളിലേക്ക് കൃപാവരങ്ങൾ വ്യാപരിക്കുകയാണ്, ചില വ്യക്തികളിലേക്ക് കൃപാവരങ്ങൾ വ്യാപരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആത്മാവിന്റെ വരങ്ങൾ ചില വ്യക്തികളിലേക്ക് വ്യാപരിക്കുക, ചില വ്യക്തികളിലേക്ക് വ്യാപരിക്കുക. സ്വീകരിച്ചോട്ടെ, 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 സ്വീകരിച്ചോട്ടെ. ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്കായി, ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്കായി, ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്കായി സ്വീകരിച്ചോട്ടെ, 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 സ്വീകരിച്ചോട്ടെ. ഓ hallelujah, hallelujah. We thank you, Lord. We thank you, Lord. We thank you. Thank you, Holy Spirit. അങ്ങ് പ്രവർത്തിക്കാൻ നന്ദി, അങ്ങ് വ്യാപരിക്കാൻ നന്ദി, അങ്ങ് ഇടപെടുകയാൻ നന്ദി, അങ്ങ് ഇടപെടുകയാൻ നന്ദി. Holy God, thank you. Holy Spirit, thank you. Holy Spirit, thank you. Thank you, thank you, thank you, thank you. Hallelujah, hallelujah. ദൈവത്തിന്റെ ആത്മാവിന്റെ കരം ഒരു ദൈവദാസന്റെ കരമല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ കരം വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയുടെ വലിപ്പം, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയുടെ വലിപ്പം, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയുടെ വലിപ്പം. Receive, receive. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയുടെ വലിപ്പം. Receive, 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 receive. Oh, receive, 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 receive. Thank you, Holy Spirit. 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 Oh, ripa ma 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 pa, ripa kata ni rokolo rima ma pa ka de ru. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Yes, സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു അരുവി, സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു അരുവി. Yes, ഭൂമിയെ തൊടുന്ന ഒരു അരുവി, സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു അരുവി. Yes, ഭൂമിയെ തൊടുന്ന ഒരു അരുവി. ഭൂമിയിലെ ഉണങ്ങിയതിനല്ല പച്ചപ്പാക്കി മാറ്റുന്ന, ഉണങ്ങിയ ആത്മീയ അവസ്ഥകളെ പച്ചപ്പാക്കി മാറ്റുന്ന, ഉണങ്ങിയ ആത്മീയ അവസ്ഥകളെ പച്ചപ്പാക്കി മാറ്റുന്ന, പുഷ്ടി കൊടുക്കുന്ന പുഷ്ടിയുടെ നദി, പുഷ്ടിയുടെ നദി. അഭിഷേകം നിനക്ക് പുഷ്ടി തരും, അഭിഷേകം നിനക്ക് പുഷ്ടി തരും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, ഹോളി സ്പിരിറ്റ്. താങ്ക് യു, ഹോളി സ്പിരിറ്റ്. താങ്ക് യു, ഹോളി സ്പിരിറ്റ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നന്ദി പിതാവേ, അങ്ങയുടെ ജനത്തെ അങ്ങ് സ്പർശിക്കുക, നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ ജനത്തെ അങ്ങ് തൊടുക, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിതാവേ, പല മക്കളെയും കർത്താവേ അങ്ങയുടെ ആത്മാവിന്റെ വരങ്ങളാൽ, ആത്മാവിന്റെ കൃപകളാൽ നിറയ്ക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. പിതാവേ, ദൈവരാജ്യത്തിന്റെ വചനങ്ങൾ അങ്ങ് ഈ മക്കൾക്ക് കൊടുത്തു, ദൈവരാജ്യത്തിന്റെ വചനങ്ങൾ അങ്ങ് ഈ മക്കൾക്ക് കൊടുത്തു. കർത്താവ്, ഇവരുടെ അകത്തെ കോളിങ്, ലോകത്തിലുള്ള താൽക്കാലിക കോളിങ് ഇവർക്ക് മനസ്സിലാക്കി കൊടുത്തതിനായി നന്ദി. പിതാവേ, ഇവരെ നിറച്ചതിനായി നന്ദി. അങ്ങയുടെ നാമത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. എല്ലാ കരങ്ങളും അവരവരുടെ തലയിൽ തന്നെ വെച്ചാണ്, എല്ലാ കരങ്ങളും അവരവരുടെ തലയിൽ തന്നെ വെച്ചാണ്, അവരവരുടെ തലയിൽ തന്നെ. നിങ്ങളുടെ കരങ്ങളുടെ മുകളിൽ ദൈവാത്മാവിന്റെ കരമുണ്ട്, ദൈവാത്മാവിന്റെ കരം. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ മക്കൾ ഒരനുഗ്രഹമായിരിക്കട്ടെ, 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 ഒരനുഗ്രഹമായിരിക്കട്ടെ. ദൈവരാജ്യത്തിന്റെ അഗ്നി ഈ
നന്ദി ഇവരിലൂടെ പുറപ്പെടട്ടെ. കർത്താവേ, അങ്ങ് ചെയ്ത പ്രവൃത്തിക്കായി നന്ദി. അങ്ങ് ചെയ്ത മഹാപ്രവർത്തിക്കായി നന്ദി. അങ്ങ് ചെയ്ത മഹാപ്രവർത്തിക്കായി നന്ദി. അങ്ങ് ചെയ്ത മഹാപ്രവർത്തിക്കായി നന്ദി. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങ് ചെയ്ത മഹാപ്രവർത്തിക്കായി നന്ദി. യെസ്, ചില ദർശനങ്ങൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യെസ്, അവരവരുടെ കോളിംഗ് അവരവരുടെ ഹൃദയത്തിൽ തെളിയുന്നതിനായി സ്തോത്രം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കില്ല. ദൈവാത്മാവ് പറയാൻ ഞാൻ ഓരോരുത്തരോടും കൂടെ ഉണ്ട്. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഫോർ ദ മൈറ്റി മൂവ്മെന്റ് ലോർഡ്. താങ്ക് യു ഫോർ ദ മൈറ്റി മൂവ്മെന്റ്. താങ്ക് യു ഫോർ ടച്ചിങ് യുവർ ചിൽഡ്രൻ ലോർഡ്. അങ്ങയുടെ മക്കളെ അങ്ങ് തൊടുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. നന്ദിയോടെ സ്തോത്രം. നന്ദിയോടെ സ്തോത്രം. Thank you. Thank you. Thank you. Thank you. Thank you. Thank you, Lord. Thank you. Thank you. ഈ ശക്തിയോടെ, ഈ ബലത്തോടെ ലോകത്തെ ദൈവാത്മാവിനാൽ ദൈവരാജ്യത്തിന്റെ വചനത്താൽ കത്തിക്കുവാൻ ഈ ജനം കടന്നു പോട്ടെ. ഈ ജനം ദൈവാത്മാവോടൊപ്പം കടന്നു പോട്ടെ. ഈ ജനം ദൈവനാമ മഹത്വത്തിനായി കടന്നു പോട്ടെ. ഇരുളടഞ്ഞിരിക്കുന്ന ഈ ലോകത്തിന് ദീപമായി പ്രകാശമായി ഈ ജനം കടന്നു പോട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവസാന്നിധ്യം നിറഞ്ഞു നൽകുന്ന ഈ അവസരത്തിൽ നിങ്ങൾ പലരെയും കർത്താവിന്റെ ആത്മാവ് വചനത്തിലൂടെ 3 ദിവസം തൊട്ടു ഇപ്പോഴും തൊട്ടുകൊണ്ടിരിക്കുക. അവന്റെ ശക്തിയാൽ ദൈവാത്മാവിന്റെ സാന്നിധ്യം ശക്തിയോടെ ഞാനിവിടെ അനുഭവിക്കുകയാണ്. ഈ സമയം കഴിഞ്ഞ 3 ദിവസങ്ങളിലെ മീറ്റിങ്ങുകൾ എന്റെ കർത്താവിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. എന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു എന്ന് അകത്ത് സാക്ഷ്യങ്ങളുള്ളവർക്ക് സമയം 1 മിനിറ്റിൽ കൂടുതൽ ഉപയോഗിക്കാതെ അവരെ സാക്ഷ്യങ്ങൾ അതിവേഗം പറഞ്ഞ് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ. സാക്ഷ്യം പറയുന്നത് എന്നെ മഹത്വപ്പെടുത്താനോ ഇവിടുത്തെ ദൈവദാസന്മാരെ മഹത്വപ്പെടുത്താനോ അല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനം അനുഗ്രഹപ്രദമായെങ്കിൽ മറ്റുള്ളവരെയും കൂടെ ഈ വചനം കേൾപ്പിക്കുവാൻ അടുപ്പിക്കുവാൻ തക്കവണ്ണം ഒരു ഡയറക്ഷനിലേക്ക് ദൈവനാമത്തിനായിരിക്കണം സാക്ഷ്യങ്ങൾ. ഈ സമയം നിങ്ങൾക്ക് ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരിക്കാം. ഈ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് സാക്ഷ്യങ്ങളുള്ളവരെ ആദ്യമായി സഹോദരന്മാരുടെ ഭാഗത്തു നിന്നും ഒരു സഹോദരൻ തുടർന്ന് ഒരു സഹോദരി കടന്നു വന്നുകൊണ്ട് ഈ സാക്ഷ്യങ്ങളെ അവരവരുടെ സാക്ഷ്യങ്ങളെ അറിയിക്കാവുന്നതാണ്. Glory to God. Glory. Oh Jesus. അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവരാജ്യവും അതിന് സുവിശേഷവും അങ്ങനെ ഒന്ന് മറയപ്പെട്ട് കിടന്നിരുന്നു. എന്നാൽ അത് വെളിപ്പെടുത്തി കിട്ടുവാൻ പ്രിയ ദൈവദാസനെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഉപയോഗിച്ചു. എനിക്ക് ഏറ്റവും പ്രയോജനകരമായി ആ ദൈവരാജ്യത്തിൻ്റെ
സുവിശേഷത്തെ കർത്താവ് എന്നെ ആക്കി വെച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ സഭയിൽ ഞാനത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. മുമ്പൊരിക്കൽ ഞാൻ സാക്ഷ്യം പറഞ്ഞതാണ്. ഈ ലിമിറ്റഡ് പീരീഡിൽ ദാവീദ് പറഞ്ഞിരിക്കുന്നു, നന്മയും തന്നെ ആയുഷ്കാലം എന്നെ പിന്തുടരും. ഈ ലിമിറ്റഡ് പീരീഡിൽ വേണ്ടത് മുഴുവൻ നമുക്ക് കരുതിയിരിക്കുന്ന ദൈവം. അതിന് പുറകെ നമ്മൾ പോകേണ്ട കാര്യമില്ല. എന്നാൽ ഒരു അൺലിമിറ്റഡ് പീരീഡിലേക്ക് ജീവിക്കുവാൻ അത് നമ്മൾ ഇവിടെ സമ്പാദിക്കുക. ദീർഘകാലം യഹോവയുടെ ആലയത്തിൽ വസിക്കുവാൻ വേണ്ടത് ഈ ദൈവരാജ്യത്തിലേക്കുള്ള നടത്തും. ഇതിനൊന്ന് കണ്ടെത്തുക. ആ തെളിച്ചം തന്നതിന് കർത്താവിന് അനേക സ്തോത്രം ചെയ്യുക. അപ്പോൾ തന്നെ സാക്ഷ്യമല്ല, ഞാനിപ്പോൾ ആവശ്യപ്പെടുക ഒരു കാര്യം, പരിശുദ്ധാത്മാവ് പലരും വെളിപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ തന്നെ ഭൂമിയിൽ ഇപ്പോൾ കർത്താവാക്കി വെച്ചിരിക്കുന്ന ഒരു സഭയുടെ ഇടയിലായിട്ട് ഞാൻ നിൽക്കുക. എൻ്റെ മുകളിൽ എനിക്കൊരു ഉപദേശം തരാൻ ഇപ്പോൾ കാര്യമില്ല. എന്നാൽ ജാനുവരിക്ക് ഇവിടെ വന്ന് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഷാജി ഭാഷണ മെസ്സേജ് കേട്ട അന്ന് മുതൽ ഞാൻ മനസ്സുകൊണ്ട് അദ്ദേഹത്തെ എൻ്റെ ഉപദേഷ്ടാവാക്കി വെച്ചിരിക്കുക. അത് എന്നെ അതിനുവേണ്ടി അനുഗ്രഹിക്കണം. ശിഷ്യത്വം അത് ഞാൻ ആഗ്രഹിക്കുന്നു. സ്വകീയ പിതാവേ, അങ്ങയുടെ ദാസനെ അങ്ങയുടെ കരങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ വ്യക്താവായി അങ്ങയുടെ തിരുഹിതം എന്തോ അത് നിവർത്തിക്കുന്നവനായി ആക്കി വെച്ച ദേശത്ത് ഹോളി സ്പിരിറ്റ് ശോഭിക്കുവാൻ, അങ്ങയുടെ തിരുഹിതം ചെയ്യുവാൻ ഈ ദാസനെ ബലപ്പെടുത്തിയാട്ടെ. പരിശുദ്ധാത്മാവേ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അങ്ങ് ആഗ്രഹിക്കുന്ന കൃപാവരങ്ങളാൽ മൂടിയാട്ടെ. ആ ദേശത്ത് ചങ്ങനാശ്ശേരിയിൽ മാത്രമല്ല, അങ്ങ് എവിടെയെല്ലാം ആഗ്രഹിക്കുന്നു അവിടെയെല്ലാം അങ്ങേക്ക് വേണ്ടി ശോഭിക്കേണ്ട ദാസനെ സഹായിച്ചോട്ടെ. കുടുംബത്തെ, മിനിസ്ട്രിയെ, സകലതയും അങ്ങയുടെ നാമത്തെ അനുഗ്രഹിക്കുന്നു. ദുഷ്ടനോട് കൽപ്പിക്കുന്നു, തൊട്ടു പോകരുത്. കിങ്ഡം പ്രോപ്പർട്ടി. ആമേൻ. ഗ്ലോറി. കർത്താവ് ഉണ്ടായിരിക്കട്ടെ. ചെന്നാട്ടെ. കുഴപ്പമില്ല. പ്രൈസ് ഗോഡ്. അടുത്ത ആള്. ഹല്ലേലൂയ. യെസ്, വന്നോട്ടെ. ഗ്ലോറി. വളരെ ചുരുക്കമായിട്ട് പറയാൻ ഓരോരുത്തരെ ഓർപ്പിക്കുകയാണ്. ഇവിടെ വളർച്ചത്തിന് കടന്നു വരുവാൻ വലിയ തടസ്സങ്ങളുണ്ടായിട്ടും ഞാൻ ഒരു വാക്ക് ദൈവത്തോട് കർത്താവ് വരുന്നെങ്കിൽ കുടുംബമായിട്ട് കടന്നു വന്നത്. ഈ രണ്ട് ദിനക്കാലം അറ്റൻഡ് ചെയ്യാൻ പറ്റി. പക്ഷെ ഇന്ന് ഞാൻ പോലും അറിയാതെ എൻ്റെ ദൈവം പ്രഭാതത്തിലൂടെ പ്രാർത്ഥനയും ജോസഫ് ആളൂരിലൂടെ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നീ അവിടെ നിന്നെ തന്നെ സമർപ്പിക്കുക, മരണം തന്നെ വന്നാലും നീ അതിൽ ജയം എടുക്കുക. ഇന്ന് ക്ലാസ്സിലും അതിലൂടെ കടന്നു പോകാനും ഇന്നലെ പറഞ്ഞതുപോലെ ഇന്ന് ഫറവോനില്ല, ഈജിപ്തില്ല, അവിടെ നിന്ന് ആ 7 ജാതികളില്ല. ഇന്ന് നമ്മൾ പോരാടേണ്ടത് ലോകത്തോടും പിശാചിനോടും ജഡമോഹത്തോടുമാണ് പോരാടേണ്ടത്. ഇടുക്കുവാതിലൂടെ കടന്നു പോവാൻ, അതിലൂടെ പോരാടി നമ്മളെ തന്നെ സാക്രിഫൈസ് ചെയ്ത് നമ്മുടെ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിന്റെ പിന്നാലെ പോയാൽ അവിടെ നിന്ന് എതിരെ വരുന്ന പ്രതികൂലങ്ങൾക്ക് നമുക്ക് ജയിച്ചു നിൽക്കുവാൻ അവിടെ നിന്ന് കഴിയുമെന്ന് ഇന്ന് ആ പ്രിയ ഭൃത്യനിലൂടെ നമ്മൾക്ക് അരുളി ചെയ്തതിനാൽ നന്ദി പറയുന്ന ദൈവമേ, കൂടുതലായി മകനെ എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഇവിടെ കടന്നു വന്ന എല്ലാ മക്കൾക്കും കിട്ടിയ അനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയും അടുത്ത വളർച്ചാ തലത്തിൽ കടന്നു വരുവാൻ ഇതൊരു കടലാണ്. ഇതിൽ ഒരുപാട് മുത്തുകളുണ്ട്. ഇതിൽ ഒരുപാട് ആഴമേറിയ മർമ്മങ്ങൾ വെളിപ്പെടുത്തി തരുവാൻ കർത്താവേ പ്രിയ ഭൃത്യനെ എടുത്ത് ഉപയോഗിക്കണമെന്ന് ഞാൻ ശക്തമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ 3 ദിനക്കാലം അടിയനും കുടുംബത്തിനും വലിയ അനുഗ്രഹമായി വിശ്വസിക്കുന്നു കർത്താവേ. ഒരു കാര്യം ഞാൻ ഓർക്കുന്നു, ഇനി എന്റെ ശിഷ്ടമായ ജീവിതം അത് കർത്താവിന് മാത്രം സമർപ്പിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഇന്ന് പ്രഭാതത്തിൽ എന്നെ പിടിച്ചു കുലുക്കിക്കൊണ്ട് പറഞ്ഞു, നീ എനിക്കുള്ളവർ തന്നെ, ഇനി നിന്റെ ശിഷ്ട ജീവിതം നിനക്ക് വേണ്ടി ജീവിക്കരുത്, എനിക്ക് വേണ്ടി ജീവിക്കണമെന്ന്. കർത്താവേ, ഇന്ന് നല്ല ആ ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്യുവാൻ, അവിടെ നിന്ന് ശ്രദ്ധിച്ചിരിക്കുവാൻ, ആ മർമ്മങ്ങളെല്ലാം അവിടെ നിന്ന് വെളിപ്പെടുത്തി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കൂടുതലായി എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ഗ്ലോറി ടു ഗോഡ്. കടന്നു വന്നാട്ടെ. അതിൻ്റെ കോറായിട്ടുള്ള കാര്യങ്ങൾ അനേകം സാക്ഷ്യം പറയാനുള്ളതുകൊണ്ട് കോറായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ലോകത്തുള്ള ജനങ്ങൾ അവരെ ഈ ശുശ്രൂഷ അറ്റൻഡ് ചെയ്യുവാൻ അവർക്കൊരു പ്രേരണ കിട്ടത്തക്ക രീതിയിലായിരിക്കണം നിങ്ങളുടെ ടെസ്റ്റ് മണി. പ്രൈസ് ഗോഡ്. ഞാൻ എന്നെ പരിചയപ്പെടുത്തിയായിരുന്നു, അറിയാത്തവരുടെയും പരിചയപ്പെടുത്താൻ. എൻ്റെ പേര് റിയാസ് എന്നാണ്. തൃശ്ശൂരിലാണ് എൻ്റെ വീട്. ഞാൻ ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് കർത്താവ് യേശു ക്രിസ്തുവിനെ
മനസ്സിലാക്കി അറിഞ്ഞ് കർത്താവിന്റെ മകനായി തീരാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ്. ഗ്ലോറി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ മർമ്മം വെളിപ്പെട്ട് കിട്ടാൻ ദൈവം സഹായിച്ചതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. അത് ഒരാളുമല്ല, എൻ്റെ ദൈവമാണ് ഇതിന് സഹായിച്ചത്. ഇദ്ദേഹം ദേവദാസൻ എഴുതിയ ബുക്കുകൾ വായിക്കാൻ എനിക്ക് ദൈവം പ്രചോദനം തന്നു. അങ്ങനെ അതിലൂടെയാണ് ഇവിടെ വരാൻ സാധിച്ചത്. പൂർണ്ണമായി ദൈവത്തിനാണ് മഹത്വം. അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ എൻ്റെ ദൈവം എന്നെ കുറെ പഠിപ്പിച്ചു. പക്ഷേ യഥാർത്ഥ മർമ്മം ഇവിടെ നിന്നാണ് ഇപ്പൊ കിട്ടിയത്. ദേവദാസനോട് വെളിപ്പെട്ട് കിട്ടിയത് എന്താണ്? നമ്മള് ജഡത്തെ കൊല്ലാനും അതുപോലെ ലോകമോഹങ്ങളെ ഉപേക്ഷിക്കാൻ പറഞ്ഞായിരുന്നു. ബട്ട് എങ്ങനെ എന്നുള്ളൊരു ചിന്തയാണ് എന്റെ. അപ്പോ ആത്മാവിനാൽ ചോദിച്ചു ബ്രദറോട്, എങ്ങനെയാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റുക? അപ്പോ വചനത്താൽ ആത്മാവിനാൽ എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ യഥാർത്ഥമായി അതിന്റെ മർമ്മം കിട്ടിയത് ക്രിസ്തു കഷ്ടം അനുഭവിച്ചതുപോലെ നമ്മളും ഈ ജഡത്തിൽ കഷ്ടം അനുഭവിക്കാനുള്ള സഹിക്കാനുള്ള മനോഭാവം എന്നായിരുന്നു. ഇത് വലിയൊരു പോയിന്റായി എനിക്ക്. കർത്താവ് ഏറ്റവും എന്താ പറയുക അനുഗ്രഹപൂർണ്ണമാക്കി ഈ പ്രോഗ്രാമിനെ. അപ്പോൾ കർത്താവിന് വേണ്ടി പൗലോസ് പറഞ്ഞതുപോലെ ചപ്പ് ചെറുന്നിക്കൊണ്ട് കർത്താവിന് വേണ്ടി ഒരു പാനീയ യാഗമായി അർപ്പിക്കപ്പെടാൻ ആഗ്രഹിക്കുകയാണ് ഈ ദേവൻ. യോഗ്യതയൊന്നുമില്ല, കഴിവില്ല, എന്നാൽ കർത്താവിനെ സഹായിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിന്റെ ഒരു ഭാഗമാണ് ഇങ്ങോട്ട് വരാൻ കാരണമായത്. അപ്പോൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം എന്നൊരാഗ്രഹമുണ്ട്. അതുപോലെ ഒരു ദുഃഖം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ പ്രത്യേകിച്ച് ഈ ക്ലാസ് കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ സാഹചര്യം അനുകൂലമല്ലായിരുന്നു. എന്നാൽ ദൈവം ഈ ഡിസംബർ 25-26 പ്രോഗ്രാമിൽ എൻ്റെ കുടുംബത്തെ അറ്റൻഡ് ചെയ്യിക്കാൻ സാധിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് എളിയവൻ പ്രാർത്ഥിക്കാൻ നിങ്ങളോട് പറയുന്നു. എൻ്റെ ഫാമിലിയും എന്നെയും കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കണം. അതുപോലെ ദേവദാസന്റെ പ്രാർത്ഥനയും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം കർത്താവ് രണ്ട് ഇതാണല്ലോ പറഞ്ഞത്, ഡ്യൂട്ടിയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ലോകത്തിൽ പോയി സുവിശേഷം അറിയിക്കുക, മറ്റേത് നമ്മുടെ സ്വയത്തെ കൊന്ന് ദൈവരാജ്യത്തിലേക്ക് പോവുക. അപ്പോൾ അതിനായി ദേവദാസന്റെ ഒരു പ്രാർത്ഥന, ഒരു അനുഗ്രഹ പ്രാർത്ഥന ആഗ്രഹിക്കുന്നുണ്ട്. കഴിയുമെങ്കിൽ അത് ചെയ്യാം, അപേക്ഷിക്കുക. നിങ്ങൾ ഒരു സെക്കൻഡ്, നിങ്ങൾ അതിന് താല്പര്യമുള്ളവർ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ജസ്റ്റ് എല്ലാവരും ഒരുമിച്ച് നിന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കും. ടൈം നഷ്ടമാകും. ഈ ശുശ്രൂഷയെ കുറിച്ച് മറ്റുള്ളവരോട് എന്താ പറയാനുള്ള ഒരു വാക്യം പറഞ്ഞാട്ടെ. ഇത് വരാത്ത ജനത്തോട്, ലോകത്തോട് എന്താ പറയാനുള്ള? ലോകത്തോട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന സുവിശേഷം ഈ പറഞ്ഞ പോലെ ലോകത്തിന്റെ സുവിശേഷമാണ്. അവർക്ക് മറ്റേ ആ പാർട്ട് മാത്രമേ ഉള്ളൂ. ഈ പാർട്ട് ആർക്കും വെളിപ്പെട്ട് കിട്ടിയില്ല. അപ്പൊ ഞാൻ എന്റെ സഭയിലും പലപ്പോഴും ഞാൻ അസ്വസ്ഥനാവാറുണ്ട്. ഇത് ദൈവവചന പ്രകാരമല്ലല്ലോ. അപ്പോൾ ഇത് വളരെ റെയറായിട്ട് കിട്ടുന്ന, ഭാഗ്യവാന്മാർക്ക് കിട്ടുന്ന, അതായത് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോ ലോകത്തോട് എന്താണ് അവർ കേൾക്കണമോ, വേണ്ടയോ, വരണോ, വരണ്ടയോ, എന്താണ്? അതായത് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യമില്ലല്ലോ, സ്വർഗ്ഗരാജ്യത്തിൽ എത്താൻ കഴിയില്ല. അപ്പോ ശരിക്ക് സകല മനുഷ്യരും, അതായത് രക്ഷിക്കപ്പെട്ട സകല മനുഷ്യരും കേൾക്കേണ്ട ഒരു വാർത്തയാണിത്. എല്ലാവരും ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ആരാധിക്കുന്നു, ബൈബിൾ വായിക്കുന്നു, ബൈബിൾ സ്റ്റഡി ചെയ്യുന്നു, പക്ഷെ അതുകൊണ്ട് സ്വർഗ്ഗരാജ്യത്തിൽ എത്താൻ പറ്റില്ല എന്നുള്ള ആ മർമ്മം മറഞ്ഞു കിടക്കാണ്. അതിവിടെ വെളിപ്പെടുത്തി ഇത് നാം ഓരോരുത്തരും നമ്മുടെ സഹോദരന്മാർ അല്ലെങ്കിൽ ലോകത്തിൽ പോയി ഇത് വെളിപ്പെടുത്തി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിലൂടെയും നമ്മുടെ നാവിലൂടെയും നമ്മുടെ ജീവിതത്തിലൂടെയും നാവിലൂടെയും ഇത് വെളിപ്പെടുത്തി കൊടുക്കണം എന്നാണ് ഞാൻ ആഹ്വാനം ചെയ്യുന്നത്. ദൈവം സഹായിക്കട്ടെ, ദൈവം സഹായിക്കട്ടെ. ഗ്ലോറി ടു ഗോഡ്. ഇത്രയുള്ള പ്രിയ സഹോദരങ്ങളെ, നിങ്ങളോട് പറയേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. പ്രിയ സഹോദര, നിങ്ങളും വന്നാൽ അനുഗ്രഹമായിരിക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മളും അനുഗ്രഹിക്കണം, മറ്റവർക്ക് ഒരു പ്രോത്സാഹനം നോക്കിയിട്ട്. ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയരുത്, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ പറയാം, അടുത്ത ആൾക്ക് വരാം. ഗ്ലോറി. എൻ്റെ പേര് പറഞ്ഞാട്ടെ. ദൈവവേല ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ വർഷം വരെയും ദൈവജനത്തിൽ എന്താണ് അവരുടെ സംസാരത്തിൽ വെച്ചാൽ എനിക്ക് പോലും ഇപ്പോൾ കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ എനിക്ക് നല്ല ഹൃദയഭാരം ഉണ്ടായിരുന്നു. ദൈവമക്കൾക്ക് ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ പോരാ, ഞാൻ വളരണം എന്ന് എനിക്ക് സ്വയം ഉണ്ടായിട്ട് ഹൃദയം വളരെ വേദനപ്പെട്ടുകൊണ്ടിരുന്നു. ഞാൻ സാധാരണ പൗർവിഷൻ ടി വി ഓൺ ചെയ്യാറില്ല. പക്ഷേ ഏത് സുപ്രഭാതത്തിൽ തിങ്കളാഴ്ച ദിവസം ഞാൻ ഈ പൗർവിഷൻ ടി വി ഓൺ ചെയ്തപ്പോൾ കൃത്യം പാസ്റ്ററിന്റെ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഞാനത് വാച്ച് ചെയ്തപ്പോൾ എന്നെ ആ പറയുന്ന ഓരോ വാക്കുകളും എന്നെ അങ്ങ് മുറുകെ പിടിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഉടനെ തന്നെ അതിൽ ഫോൺ നമ്പർ കണ്ടു. ഞാൻ ഇവിടുത്തെ എന്തോ സഹോദരനെ വിളിച്ചു, ഈ മിനിസ്റ്ററിനെ കുറിച്ച് അറിഞ്ഞു. അങ്ങനെ ജനുവരി മാസം, ഈ വർഷം ജനുവരി 2, 3, 4 തീയതിയിൽ നടന്ന ആ മീറ്റിംഗിൽ സംബന്ധിക്കാനുള്ള ബുക്കിംഗ് ഒക്കെ നടത്തി അതിൽ വന്ന് സംബന്ധിച്ചു. അപ്പോഴാണ് എനിക്ക് പല കാര്യങ്ങളും ദൈവം വ്യക്തമായിട്ട് വെളിപ്പെടുത്തി തരുവാനായിട്ട് തുടങ്ങി. അതോടൊപ്പം തന്നെ അനേക കാസറ്റുകൾ, ഞാൻ രോഗസൂഖ്യൊക്കെ എനിക്ക് ലഭിച്ചതിനെ കുറിച്ച് ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നുവല്ലോ.
ഈ സീരീസ് എല്ലാം ഞാൻ കേൾക്കുകയും എനിക്കൊരു സന്ദേശം ശരിയാക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ മുഴങ്ങാൻ മടക്കി കർത്താവ് ജനത്തിന് പ്രയോജനപ്പെടുന്ന സന്ദേശം നൽകണം. അപ്പോൾ എലിയ ദാസന്റെ സീരിയലിൽ നിന്ന് കിട്ടുന്ന ഒരു പോയിന്റിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആശയത്തെ വെച്ചുകൊണ്ട് ഞാൻ മെസ്സേജ് ഉണ്ടാക്കും. ഞാൻ ദൈവസന്നിധിയിൽ അത് ജനത്തോട് പറയുമ്പോൾ എനിക്ക് പോലും അറിയില്ല എന്താണ് എന്നിലൂടെ വ്യാപരിക്കുന്ന ഒരു പ്രത്യേക പവർ, ഒരു ശക്തി എന്നിൽ വ്യാപരിച്ചിട്ട് ജനങ്ങളിലേക്ക് വ്യാപരിക്കുന്നു. എന്നിട്ട് ജനങ്ങൾ തന്നെ ഇപ്പോൾ ഒരു അഭിപ്രായം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സാറിന്റെ പ്രശ്നം വലിയ കുഴപ്പമില്ല, അവർക്ക് പ്രയോജനപ്പെടുന്നുണ്ട് ഇങ്ങനെ അനേക കാര്യങ്ങൾ. അതേസമയം ഞാൻ ബ്രദറിന്റെ 3 പുസ്തകവും വായിച്ചു. സീരീസും അനേക സീരീസ് ഞാൻ കേട്ടോണ്ടിരുന്നു. ഇന്നലെ ഞാൻ അനേക സീരീസും മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലൂടെ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, എന്റെ ജീവിതം ഞാൻ ഇന്നെ പോലുള്ള ദൈവവേലക്കാർ വാസ്തവമായിട്ട് എലിദാസൻ പറഞ്ഞ പോലെ അനേകരെ വഴി തെറ്റിച്ചുകൊണ്ടിരിക്കും. കാരണം ഞങ്ങൾക്ക് പോലും അറിയില്ല ഞങ്ങൾ എന്താണ് ഈ ജനത്തോട് പറയുന്നത്. കാരണം ദൈവാത്മാവാണൊക്കെ നമ്മൾ സ്വയമേ അഭിമാനിക്കുന്നുവെങ്കിലും ദൈവാത്മാവ് അല്ല ഞങ്ങളിലൂടെ വ്യാപരിക്കുന്നത്, അനേക ദാസന്മാരുടെ വ്യാപരിക്കുന്നതെന്ന് എനിക്ക് ഈ ക്ലാസ്സുകളിലൂടെയാണ് മനസ്സിലായത്. വാസ്തവമായിട്ട് സർവശക്തനായ ദൈവം ഈ മീറ്റിംഗ് വന്ന് സംബന്ധിക്കാൻ സഹായിച്ചു. എനിക്ക് ഞാനൊരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ശുശ്രൂഷകരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, വാസ്തവമായിട്ടും ഈ ക്ലാസ്സുകളിൽ വന്ന് സംബന്ധിക്കുകയും സ്വഭാവവ്യത്യാസങ്ങൾ ഇല്ലാതെ ലഭിക്കുന്ന ദൈവത്തിന്റെ ഈ ജീവനുള്ള ജീവിപ്പിക്കുന്ന നിത്യജീവന സന്ദേശം അനേക ദേവദാസന്മാർ വന്ന് കേൾക്കുവാനും അനുഗ്രഹിക്കപ്പെടുവാനും അനേക ജനങ്ങൾ ഇപ്പോൾ എന്നെ പോലുള്ള നരകത്തിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന അനേക മക്കളെ മടക്കിക്കൊണ്ടുവരുവാനുള്ള ഊർജ്ജത്തോടെ ജനങ്ങളെ ദൈവത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ അനേക ദേവദാസന്മാരുടെ കർത്താവ് കരങ്ങളുടെ എട്ടിക്കാലങ്ങളിൽ എലിദാസന്റെ ശുശ്രൂഷകളിലൂടെയും ദൈവത്തിന്റെ കൃപയാലും ഉപയോഗിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. എലിദാസൻ അധികമായി ദൈവശക്തിക്കും ബലപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാട്ടെ. കർത്താവിന്റെ നാമം ദൈവം സഹായിക്കട്ടെ. ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ഗോഡ്. കരങ്ങളടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്താണ്. ഓരോ സാക്ഷ്യം കഴിയുമ്പോൾ അതുപോലെ ചെയ്താണ്. യെസ്, അടുത്ത ആള്. യെസ്, പെട്ടെന്ന് വരാം. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. യെസ്, വന്നാട്ടെ. മടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കർത്താവിന് വേണ്ടി ശോഭിക്കാനുള്ളവരാ. യെസ്, പേര് പറഞ്ഞിട്ട് എവിടെ നിന്ന് വന്നിരിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന്. ഡോൾബി പൈലി. ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്ന് വരുന്നു. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ട് ഒരു 10 വർഷത്തിൻ്റെ അടുത്തായി. അപ്പോൾ മറ്റുള്ളവരോട് സുവിശേഷം പറയുകയും മറ്റുള്ളവരെ സഹായിക്കുകയെല്ലാം ചെയ്തു. കുറച്ചു കാലം ഞാൻ ഇങ്ങനെ ജീവിച്ചു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഫാമിലി, കത്തോലിക്ക ഫാമിലിയിൽ നിന്നാണ് ഞാൻ വിശ്വാസത്തിലേക്ക് വന്നത്. അപ്പോൾ എൻ്റെ ഫാദറായിട്ട് തന്നെ ഒരുപാട് ഭൂസ്വത്തുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവകാശമായി കിട്ടിയതെല്ലാം തന്നെ ഈ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ വലിയ സന്തോഷമൊക്കെ തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെയൊക്കെ സഹായിച്ചു, ഒരുപാട് മറ്റുള്ളവരെയൊക്കെ സഹായിച്ചു, സുവിശേഷത്തിലേക്കൊക്കെ വിശ്വസിച്ചു, ഒരുപാട് പേരെയൊക്കെ കൊണ്ടുവന്നു. ഞാനും ഈ സന്തോഷത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കർത്താവേ, ഞാൻ വിശ്വാസത്തിൽ വന്നു, നിന്നെ രക്ഷകനായി സ്വീകരിച്ചു. പക്ഷേ നിത്യതയിൽ എനിക്ക് എങ്ങനെ കിടക്കാൻ കഴിയും? ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണത്തിൻ്റെ പൂർണ്ണത എത്തുന്നില്ല. അപ്പോൾ ഒരു അന്വേഷണം എൻ്റെ ജീവിതത്തിൽ വന്നു. ഈ പാസ്റ്ററിന്റെ CD ഒരു 4 വർഷം മുമ്പ് എൻ്റെ കയ്യിൽ കിട്ടി. പക്ഷെ ഞാനത് TV-യിലിട്ട് കണ്ടെങ്കിലും പക്ഷെ എനിക്ക് അന്നൊന്നും മനസ്സിലായില്ല. പിന്നീടും എൻ്റെ ഈ മറ്റുള്ളവരെ സഹായിക്കുന്ന രീതിയിൽ ഞാനിങ്ങനെ സഹായിച്ച് ഒന്നുമില്ലാതെ വലിയ വീട്ടിൽ താമസിച്ച ഞാൻ ഇപ്പോൾ വാടക വീട്ടിൽ താമസിക്കുന്ന രീതിയിലായി. എങ്കിലും എൻ്റെ ജീവിതത്തിൽ ആ പിതാവിൻ്റെ ഭവനത്തിൽ എത്തുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. പക്ഷെ ഇപ്പോൾ ഞാനിവിടെ വന്ന് ഈ സന്തോഷം കാണുകയും പൂർണ്ണമായി അത് അനുഭവിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്ന ഈ കൊച്ചു നഷ്ടങ്ങളെല്ലാം ഈ ചപ്പും ചവറും പോലെ ആയതുപോലെ എനിക്ക് തോന്നുന്നു. കാരണം എന്നെ തന്നെ പൂർണ്ണമായി എൻ്റെ ജഡത്തിന്റെ ഒരു പുറമെ ഞാൻ ഇങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള രീതിയിലെല്ലാം ഒരു നാടകം കളിച്ച് ജീവിച്ചുമായിരുന്നു. അകമേ ഉള്ള മനുഷ്യനെ വെളിപ്പെടുത്താതെ ഈ മറഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവത്തിൽ ഞാൻ ജീവിച്ചു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി അത് പൂർണ്ണമായി മാറ്റി എൻ്റെ ആ മനുഷ്യനെ പൂർണ്ണമായി കളയുവാൻ തക്കവണ്ണം എനിക്ക് മനസ്സിന് ധൈര്യം തന്നു. ഇനി എൻ്റെ ജീവിതം ഈ പാസ്റ്റർ പറഞ്ഞത് മാതിരി ഈ ഫ്രൂട്ട്സ് അത് ചെത്തി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മാതിരി ഇവിടെ മറ്റുള്ളവർക്ക് നല്ല ഫലമായിട്ട് അകമയുള്ള മനുഷ്യൻ പിതാവിനോട് ചേരുവാൻ തക്കവണ്ണം ഒരു ഉറച്ച ഒരു എന്താണ് ലഭിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണതയിലേക്ക് എത്തിക്കഴിഞ്ഞ ഒരു സന്തോഷം എനിക്ക് ലഭിച്ചു. ഇനി എനിക്ക് ക്രിസ്തുവിൽ ജീവിച്ച് ഇനിയുള്ള കാലം
എന്തെല്ലാം നഷ്ടം വന്നാലും ഒന്നും നഷ്ടം വരാത്തവനെ പോലെ ജീവിക്കുവാൻ എൻ്റെ മനസ്സെനിക്ക് തോന്നുന്നു. ഇതിനായി ഇവിടെ ദേവദാസനെ കൊണ്ടുവന്നതിനും പ്രിയപ്പെട്ട നിങ്ങളോടുകൂടെ ഇത് കേൾക്കുവാൻ ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ പോയാണ് വന്നുകൊണ്ടിരുന്നത്. മുഴുവനും കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കേട്ടതെല്ലാം ഹൃദയത്തിൽ എനിക്ക് കൂടുതൽ പാഠമായി. എൻ്റെ വൈഫും 2 മക്കളും ഉണ്ട്. അവർ വിശ്വാസത്തിലാണ്, എന്നെക്കാളും കുറച്ചും കൂടി വിശ്വാസത്തിലാണ് എൻ്റെ വൈഫ്. അപ്പോൾ കൂടുതലായി CD എല്ലാം കേൾക്കുമ്പോൾ അവളും ഞാനും കുടുംബവും കർത്താവിന് വേണ്ടി നല്ല ഫലമുള്ള മക്കളായി ജീവിച്ച് ഞങ്ങൾ നിത്യതയിൽ എത്തുവാനും അനേകം മക്കൾക്ക് നല്ല മാതൃക കാണിച്ചു കൊടുക്കുവാൻ ഈ CD വീട്ടിൽ പോയിട്ട് കേട്ട് മറ്റുള്ളവരോട് പാസ്റ്റർ പറഞ്ഞതുമാതിരി തന്നെ പകർന്നു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കണം. പ്രൈസ് ഗോഡ്. ദൈവം സഹായിക്കണം. കാരണം കർത്താവിനെ സ്തോത്രം ചെയ്താണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, പോകുന്നവർ മുമ്പ് പൂട്ടി താക്കോൽ ഇവിടെ തരിക. താക്കോൽ തന്നിട്ട് പോകാമെന്ന് ഓർപ്പിക്കുന്നു. ദൈവം അടുത്ത ആൾ കടന്നു വന്നാട്ടെ. ആരാളുടെ ഇഷ്ടപ്പെട്ടെന്ന് വന്നാട്ടെ. യെസ്, കം 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 ഫാസ്റ്റ്. ഹല്ലേലൂയ. സഹോദരിമാർക്കും കടന്നു വരാം. സഹോദരന്മാർ തീരെ നോക്കിയിരിക്കേണ്ട. ഗ്ലോറി. പേരും വേറെ കാര്യങ്ങളും ബലപ്പെടുത്തില്ല. പെട്ടെന്ന് ചുരുക്കമായിട്ട്. എൻ്റെ പേര് സുനിൽ കുമാർ. ഞാൻ കോട്ടയത്ത് നിന്ന് അലിക്കത്തോട് നിന്നുള്ള സ്ഥലത്ത് വരുന്നു. ഞാൻ 1 വർഷമായിട്ട് കർത്താവിനോടുള്ള ഒരു ജീവിതത്തിലേക്ക് വന്നിട്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഐ മസ്റ്റ് ബി അബൌട്ട് മൈ ഫാദേഴ്സ് ബിസിനസ്. ഞാൻ എൻ്റെ അപ്പൻ്റെ ബിസിനസ്സിലാണ് നിൽക്കുന്നത്. ആ ഭവനത്തിലേക്ക് മടങ്ങി പോകുവാൻ ഞാൻ എല്ലാവരോടും വിളിച്ചു പറയുന്നു. ഞാൻ പുറത്തിറങ്ങിയാൽ ഞാൻ ആരുമായിട്ട് സംസാരിച്ചാലും ഞാൻ എത്തി നിൽക്കുന്നത് ഈ മടക്കയാത്രയിലാണ്. കാരണം എന്നെ അതിലും ഇടയാക്കി എന്നെ ആ ഒരു പരുവത്തിലാക്കി എടുത്ത എൻ്റെ കർത്താവിന് കോടാനുകൂടി സ്തുതി. കാരണം മറ്റുള്ളവരെ പോലെ ചതിക്കപ്പെടാതെ യഥാർത്ഥ വഴിയിലേക്ക് എന്നെ നയിച്ച എൻ്റെ കർത്താവിന് കോടി പ്രണാമം. ദൈവം സഹായിക്കട്ടെ. കാരണം കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. യെസ്, പ്രൈസ് ഗോഡ്. ഗ്ലോറി. ഹല്ലേലൂയ. പേര് പറഞ്ഞു, സ്ഥലം പറഞ്ഞു. ദൈവത്തിൻ്റെ ദിവസമാകട്ടെ. എൻ്റെ വീട് ഞാൻ കോട്ടയത്തിൽ നിന്ന് വരുന്നു. എൻ്റെ വീട് ജോബിൽ നിന്നാണ്. ഞാനിവിടെ നേരത്തെ ഗ്രാമത്തിന് വന്നിട്ടുണ്ട്, മീറ്റിങ്ങിലൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും ഇങ്ങനെയൊരു മെസ്സേജ് അല്ലെങ്കിൽ ഈ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ സത്യത്തിൽ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ബൈബിൾ വായിച്ചിട്ടുണ്ട്, കുറേയൊക്കെ വായിച്ചിട്ടുണ്ട്, കുറേയൊക്കെ എനിക്കറിയാം. എങ്കിലും ഈ ദൈവവചനത്തിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്നുള്ളതിലും സത്യത്തിൽ ഇവിടെ വന്ന് എനിക്ക് മനസ്സിലായി, യഥാർത്ഥം മനസ്സിലായത്. ഞാൻ ആരാധനയ്ക്ക് പോകുന്നുണ്ട്, ആരാധനയിൽ പങ്കുകൊള്ളുന്നുണ്ട്, സുശേഷമൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും സത്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആ സത്യം ഞാൻ ഇപ്പോൾ അറിഞ്ഞതും ജനിച്ചതുമായ സത്യവചനത്തെ ദൈവരാജ്യത്തിൻ്റെ ആ മർമ്മങ്ങൾ ഞാൻ ജനിച്ചതനുസരിച്ച് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ അത് കൊടുത്ത് എടുക്കുന്ന മീറ്റിങ്ങുകളിലൊക്കെ കൊടുത്ത് അനേക ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ആ മർമ്മങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് കർത്താവ് എന്നെ സഹായിച്ചു. എനിക്ക് വളരെയധികം അനുഗ്രഹമായിരുന്നു ഈ മീറ്റിംഗ്. പറയാൻ ഇടയാക്കിയ ദൈവത്തിന് 1000 നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കുന്നതാണ്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ദൈവം സഹായിക്കട്ടെ. സാക്ഷ്യം പറയുന്നതിന് മുമ്പോട്ട് കടന്നു വന്നിരുന്നാട്ടെ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ ഇവിടെ മൈക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ ഇരിക്കാം, വന്നവർക്ക് മുമ്പിൽ ഇരിക്കാം. യെസ്, അതിൻ്റെ പേര് പറഞ്ഞ് അതിൻ്റെ അനുഭവം കൂടുതൽ മനസ്സിലാക്കാനും ആത്മീയ വളർച്ചയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കി ശരിയായിട്ട് ആത്മീയ വളർച്ചയെ എനിക്ക് അനുഭവമായി ഇവിടെ വന്നു. ഈ വചനം ഞാൻ ഒരിക്കലും കേട്ടിട്ട് എത്രയോ പെന്തിക്കോസ്തലും കത്തോലിക്കലും പോയി ഇങ്ങനെയുള്ള ജീവവചനം ഞാൻ കേട്ടില്ല. ഈ ജീവവചനത്തെ കേട്ട് ഇവിടുത്തെ ട്രാമ മുഖേന എക്സ്പെരിമെന്റ് ആയിട്ട് കാണിച്ചതിന് അതിനെ മനസ്സിലാക്കാൻ ഒരുപാട് മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഈ ഒരു മർമ്മത്തെ പറ്റി ഞാൻ തിരിച്ച് കർണാടകത്തിൽ കൂടെ പോയി എല്ലാ ആൾക്കാരോടും ഇങ്ങനൊരു സുവിശേഷകൻ ഉണ്ട് കോട്ടയത്ത്, ഇതേപ്പറ്റി ഈ ദൈവത്തിന്റെ മർമ്മത്തെ, സ്വർഗരാജ്യത്തിന്റെ മർമ്മത്തെ പറയുവാൻ എനിക്കൊരു അവസരം തന്നതിനായിട്ട് കോടി സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ഗോഡ്. ഗ്ലോറി. കണ്ണടിച്ച് കർത്താവ് സ്തോത്രം ചെയ്താണ്. ഗ്ലോറി. യെസ്, പേര് പറഞ്ഞ് അറിയിച്ചു. സ്തോത്രം. എൻ്റെ പേര് രജി. ഞാൻ കോട്ടയത്ത് വരുന്നു. ഞാൻ ഇപ്പോൾ 2 വർഷമായിട്ട് തുടർച്ചയായിട്ട് വരുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആത്മലോകം ആത്മീയ പുസ്തകം കിട്ടിയതാണ്. എൻ്റെ ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു.
ഏറ്റവും അധികമായിട്ട് കർത്താവിനെ അറിയാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു വ്യത്യാസം ഉണ്ടാകാൻ തൊക്കണം. ഹാലലുയ. അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പക്ഷേ അനേകരെ യേശുവിനെ പരിചയപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഹാലലുയ കർത്താവ് പറഞ്ഞത് അനുസരിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിക്കാൻ തക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകലനെ ശിഷ്യനെ ആക്കിക്കൊള്ളാൻ കർത്താവ് പറഞ്ഞത്. അതുപോലെ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, അവൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരാൻ വേണ്ടി അവർക്ക് ഒരു മാതൃക വെച്ചിട്ട് പോയി പറയുന്നു. ഹാലലുയ. ആ കർത്താവിൻ്റെ ആ കാൽച്ചുവടുകളെ പിന്തുടരാൻ ശ്രമിച്ചപ്പോൾ, കർത്താവിൻ്റെ വചനങ്ങളെ അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതം തന്നെ വളരെ വ്യത്യാസം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഹാലലുയ ഈ പ്രാവശ്യം ദേവദാസനയുടെ കർത്താവ് അതെല്ലാം വെളിപ്പെടുത്തി തരുമ്പോഴെല്ലാം അത് ഓരോ ദിവസവും കർത്താവിൻ്റെ വചനം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, ഞാൻ അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തി തരുമെന്ന്. ദേവദാസനയുടെ ഓരോ പ്രാവശ്യം കേൾക്കുമ്പോൾ അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത്രയധികം സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഗ്രഹമായിരുന്നു. ഹാലലുയ. ഈ പ്രാവശ്യത്തെ മീറ്റിംഗ് വളരെ അനുഗ്രഹമായിരുന്നു. ദേവദാസനെ കർത്താവ് ഇനി അധികമായിട്ട് ഉപയോഗിക്കട്ടെ, അനേകം വെളിപാടുകളെ കർത്താവ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Praise God. Praise God. കരങ്ങളടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. Yes, yes, yes. ഇരുന്നാട്ടെ. അടുത്ത ഒരു സഹോദരി വരിക കേട്ടോ, അതിനുശേഷം ഒരു സഹോദരൻ വരിക. എൻ്റെ പേര് റീഗൻ ജോർജ് എന്നാണ്, കൊല്ലത്ത് നിന്നാണ് വരുന്നത്. എന്നാൽ എനിക്കും ഒരു ദൈവം എനിക്കൊരു പേര് തന്നു. മൈക്കിൾ കെ ജഹോവ എന്നാണ് എൻ്റെ പേര്. രാത്രിയിലാണ് ദൈവം എനിക്കത് വെളിപ്പെടുത്തി തന്നത്. വെളിപാട് 12:7 എടുത്ത് വായിക്കാൻ പറഞ്ഞു. വായിച്ചപ്പോൾ അതിനകത്ത് മൈക്കിൾ എന്ന് മാത്രമേ ഉള്ളായിരുന്നു ആ വചനത്തിൽ. അപ്പം എൻ്റെ അടുത്ത് പോയി, ഇതാണ് എൻ്റെ പേര്, മൈക്കിൾ കെ ജഹോവ. ഞാനിന്നൊരു എൻ്റെ അപ്പനിലൂടെയാണ് എൻ്റെ ദൈവം കണ്ടത്. ഞാനിവിടെ വന്നു, ദൈവത്തെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. ഇപ്പോൾ ഒരു ബൈബിൾ കോളേജിൽ പഠിക്കുകയാണ്. കാരണം അവിടെ അനുവാദം കിട്ടുന്നതിന് മുമ്പ് തന്നെ ദൈവം എന്നെ ഇവിടെ വരുവാനായിട്ട് ഒരുക്കി എന്നുള്ളതാണ്. ആ കോളേജിൽ എനിക്ക് ആദ്യം അനുവാദം തന്നില്ല, പക്ഷെ ദൈവം എന്നെ ഇവിടെ ആദത്തിൻ്റെ